أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فضربنا على آذانهم في الكهف سنين عددا. صدق الله العلي العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. إن نريد للإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാനരായ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ ഒത്തുചേരൽ അവൻ്റെ മാർഗത്തിലെ സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെല്ലാവരെയും അവൻ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അപ്പം നമ്മൾ ഇന്ന് പഠിക്കുന്നത് 11-ാമത്തെ ആയത്ത് കേട്ടോ. 11-ാമത്തെ ആയത്തിൽ വളരെ ചെറിയൊരായത്താണ്. അപ്പോൾ ആദ്യം അതിൻ്റെ ഒരു റഫായിട്ടുള്ളൊരു ട്രാൻസ്ലേഷൻ പറയാം, എന്നിട്ട് നമുക്കതിൻ്റെ ഡീപ്പായിട്ടുള്ള മീനിങ്ങിലേക്കും അതിൻ്റെ വിശദീകരണത്തിലേക്കും പോവാം. ഫളറബ്ന അലാ ആദാനിഹിം, അപ്പോൾ ഫളറബ്ന അതിനാൽ, therefore എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ഓക്കെ, അത് വിശദീകരിക്കാം നമുക്ക്. ഫളറബ്ന അലാ ആദാനിഹിം, അപ്പോൾ നാം അവരുടെ കാതുകളിൽ തഴുകി. ഫിൽ കഹഫ്, ആ വലിയ ഗുഹയിൽ വെച്ച് നാം അവരുടെ കാതുകളിൽ തഴുകി. ലറബക്ക് നമ്മൾ സാധാരണ അർത്ഥം പറയാൻ എന്താ, അടിക്കുക എന്നാണ് അല്ലേ. കാതുകളിൽ അടിച്ച ഉറങ്ങൂല, തഴുകുമ്പോഴാണ് ഉറങ്ങുക. എന്തുകൊണ്ടാണ് തഴുകി എന്ന് നമ്മൾ അർത്ഥം പറയണമെന്നുള്ളത് നമുക്ക് പറയാം. ഞാൻ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എന്താ പറയാ, പാറ്റ് വിത്ത് സോഫ്റ്റ്നെസ്. വി പാറ്റ് ഓൺ ദെയർ ഇയേഴ്സ് സോഫ്റ്റ്ലി. ഓക്കെ. ഫിൽ കഹഫ്, ആ വലിയ ഗുഹയിൽ. സിനീന അദദ, സിനീന ഒരുപാട് വർഷങ്ങൾ. അദദൻ, അദദൻ എന്ന് പറഞ്ഞാൽ കൃത്യമായ എണ്ണമില്ലാത്ത, എന്നാൽ അനേകം എന്ന് നമ്മൾ പറയുമല്ലോ. മെനി 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 ഇയേഴ്സ്. അതിനാൽ നാം അവരുടെ കാതുകളിൽ തഴുകി. വി പാറ്റ് ഓൺ ദർ ഇയേഴ്സ് സോഫ്റ്റ്ലി ഇൻ ദാറ്റ് ബിഗ് കേവ്. സിനീന അദദ, സോ ദാറ്റ് ദേ സ്ലീപ് ഫോർ മെനി മെനി ഇയേഴ്സ്. ധാരാളം വർഷങ്ങൾ ഉറങ്ങാൻ പാകത്തിന് സുന്ദരമായിട്ട് ശാന്തമായി സ്വച്ഛമായി ഉറങ്ങാൻ വേണ്ടിയിട്ട് നാം അവരുടെ കാതുകളിൽ തഴുകി. ഇതാണ് അതിൻ്റെ ഒരു റഫായിട്ടുള്ള ട്രാൻസ്ലേഷൻ. ഓക്കെ. ഇനി എന്തുകൊണ്ട് നമ്മൾ ഈ പല അർത്ഥങ്ങൾ പറഞ്ഞു എന്നത് നമുക്ക് വരാം കേട്ടോ അതിൻ്റെ അകത്തേക്ക്. അപ്പം ഇവിടെ നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഈ സ്റ്റോറിയിലൊക്കെ മൊത്തത്തിൽ, പ്രത്യേകിച്ച് ഗുഹാവാസികളുടെ കഥ, ബാക്കി കഥകളൊക്കെ പിന്നെയും കുറച്ച് ക്ലാരിറ്റിയോട് കൂടി അള്ളാഹു പറയുന്നുണ്ട്. പക്ഷെ ഗുഹാവാസികളുടെ കഥയിൽ മൊത്തം ഒരു ആംബിഗ്വിറ്റി, ഒരു അവ്യക്തത അള്ളാഹു നിലനിർത്തിയിട്ടുണ്ട്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞ ഒരു ബോധപൂർവമുള്ള ഒരു ബോധപൂർവമുള്ള ഒരു അവ്യക്തതയാണ്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് വിട്ടു പറയൂല എന്ന് പറയില്ല. ചിലതൊക്കെ സംസാരിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ അയാൾ ഉദ്ദേശിച്ചതെന്ന് മനുഷ്യന്മാർ തമ്മിൽ പറയുമ്പോൾ എന്താണ് ഇപ്പൊ അയാൾ ഉദ്ദേശിച്ചതെന്ന്, അല്ലെ, വാട്ട് ഡു യു മീൻ എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഇവിടെ പക്ഷെ അള്ളാഹു അങ്ങനെയല്ല. അള്ളാഹു ചില കാര്യങ്ങൾ വളരെ ബോധപൂർവം മറച്ചു വെക്കാണ്. എന്തിനാണ് മറച്ചു വെക്കണമെന്ന് ചോദിച്ചാൽ രണ്ട് ഉദ്ദേശമുള്ളത്. ഒന്ന്, നമ്മൾ അതിൽ കിടന്ന് എന്ത് ചെയ്യരുത്, കെട്ടിക്കുടുങ്ങരുത്. ആ മറച്ചു വെച്ച കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് അതിലിങ്ങനെ ചുറ്റിപ്പണയരുത്. രണ്ടാമത്തത്, എന്താണോ അള്ളാഹു പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഈ പറയുന്നത് നമ്മളിങ്ങനെ കൺഫ്യൂഷൻ ആകുന്നത് തടസ്സമാവരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ഉദാഹരണത്തിന് ഈ കഥയിൽ ഗുഹാവാസികൾ ആരാണ്, എത്ര പേരുണ്ടായിരുന്നു, അവര് എത്ര കൊല്ലം അവർ ഉറങ്ങി, അവരുടെ രാജ്യത്തിന്റെ പേരെന്താണ്, ഏത് ഗ്രാമത്തിലാണ് അവർ ജനിച്ചത്, അവരുടെ മാതാപിതാക്കൾ ആരാണ്, അവര് അവരുടെ സോഷ്യൽ സ്റ്റാറ്റസ് എന്തായിരുന്നു, അവരുടെ സാമ്പത്തിക നില എന്തായിരുന്നു, അവരുടെ സാമൂഹിക നില എന്തായിരുന്നു, ഇങ്ങനെയുള്ള എല്ലാ സംഗതിയും, അവരെത്ര വയസ്സുണ്ടായിരുന്നു അവർക്ക്, ഇതൊക്കെ മറച്ചു വെച്ചിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ അവ്യക്തമായി പറഞ്ഞിട്ട് അള്ളാഹു സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണ്, അതിലേക്കാണ് നമ്മൾ എത്തേണ്ടത്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ പറയാതിരിക്കുമ്പോൾ
നമുക്ക് നമ്മൾ എന്ത് ചെയ്യും? ആ അള്ളാഹു എന്താണോ ഈ കഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് സമ്പൂർണമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യും. നമ്മുടെ ശ്രദ്ധ മുഴുവൻ അതിലായിരിക്കും ഉണ്ടാവുക. അള്ളാഹ്ക്ക് വേണമെങ്കിൽ ഇതൊക്കെ പറയാലോ, അല്ലെ? വേണമെങ്കിൽ ഒരു 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 കഥ പറയുന്നത് പോലെ പറയാം. അവർ ഇന്ന സ്ഥലത്ത് ജനിച്ചു, ഇത്രാമത്തെ വയസ്സ് വരെ അവരിങ്ങനെ ജീവിച്ചു, അവരുടെ രാജാവ് ഇന്നതായിരുന്നു, ആ രാജാവ് ഇങ്ങനെ ചെയ്യാൻ തീരുമാനിച്ചു, അങ്ങനെ അവര് ആ പ്രദേശത്തുള്ള ഇത്രയും കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു ഗുഹയിൽ പോയി, ആ ഗുഹയിൽ അവർ പ്രവേശിച്ചു കൊണ്ട് അവർ അവിടെ ഉറങ്ങി, എത്ര വർഷമാണ് കൃത്യമായിട്ട് ഉറങ്ങിയത്. ഇതൊക്കെ എന്ത് ചെയ്യാം? വളരെ കൃത്യമായ കണക്കായിട്ട് 1 by 1 ആയിട്ട് ഒരു നറേറ്റീവ് സ്റ്റൈലിൽ സീക്വൻഷ്യലായിട്ട് ക്രൊണോളജി മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാം? അള്ളാഹുവിന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് പറയാതെ അള്ളാഹു വളരെ അവ്യക്തമായി വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളിലേക്ക് മാത്രം ഊന്നുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം എന്താണ്, ആ പാഠത്തിലേക്ക് വളരെ വ്യക്തമായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ എത്തിച്ചേരണം കേട്ടോ. അപ്പൊ ഇത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ബാക്കി സംശയങ്ങളൊന്നും നമുക്ക് പ്രശ്നമല്ല കേട്ടോ. അപ്പൊ ആദ്യം നമ്മൾ അതിന്റെ ഈ ഈ ഈ വാചകത്തിലെ ഗ്രാമർ ഒന്ന് പരിശോധിക്കാം. അതിന്റെ പിന്നെ ഏതൊക്കെയാണ് അള്ളാഹു അതുകൊണ്ട് ഉദ്ദേശിച്ച ആ വാചകങ്ങളും ആ വാചകത്തിന്റെ അർത്ഥം തലങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഇപ്പൊ ഫറബന, ഫ ആണ് ആദ്യത്തത്. ആ ഫ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ സബബിയാണ്. നമ്മൾ മുമ്പ് വേറൊരു ഫ പഠിച്ചിട്ടുണ്ട്, അത് ഫ തഖീബ്. ഫ തഖീബ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ തഖീബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെന്താ മീനിങ് വരിക? അപ്പോൾ അതായത് ഒരു കോൺസിക്വൻഷ്യൽ, നേരത്തെ പറഞ്ഞ ഒരു സംഗതിയുടെ കോൺസിക്വൻഷ്യൽ. ഇവിടെ പക്ഷെ ഫ സബബിയ, കോസായിട്ട് പറയണം. അതായത് നേരത്തെ പറഞ്ഞ സംഭവത്തിന്റെ കാരണത്താൽ, അങ്ങനെ പറയുന്നതിനാണ് എന്ത് പറയാ? ഫ സബബിയ എന്ന് പറയാ കേട്ടോ. അപ്പൊ ഫ റബന അല ആദാനിഹിം, നേരത്തെ അവരെന്താ ചെയ്തത്? ഇതിന് തൊട്ടുമുമ്പ് അവരെന്താ ചെയ്ത? ഗുഹയിൽ കയറിയിട്ട് അവരെന്താ ചെയ്ത? പ്രാർത്ഥിച്ചു അല്ലെ? റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മ, റബ്ബേ, ഞങ്ങളുടെ റബ്ബെ, നിന്റെ പക്കൽ നിന്ന് കാരുണ്യം തരണം. ഹയ്യ ലനാ മിൻ അംരിനാ റഷദ, ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? ഞങ്ങളുടെ കാര്യങ്ങളിൽ ഒരു തീരുമാനം എടുക്കാനുള്ള ശക്തി തരണം. അതിനാൽ, അവർ ആ പ്രാർത്ഥിച്ചതിനാൽ, വറബ്ന അല ആദാനിഹിം. അപ്പോ ആ ഫാഇന് എന്താണ് അതിനർത്ഥം പറയാ? therefore സബബി, കേട്ടോ. അപ്പോ ഇതാണ് ഇബ്നു ആഷൂർ അതിനെ കുറിച്ച് പറഞ്ഞത്. അതായത് അവരുടെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്നോണം, ആ പ്രാർത്ഥനയുടെ ഫലം എന്നോണം അവർക്ക് അള്ളാഹു ഉദ്ദേശിച്ച, അവർ വാസ്തവത്തിൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ? നിന്റെ ഭാഗത്തുനിന്നുള്ള ഒരു കാരുണ്യം വേണം, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിട്ട് എന്താണോ ഞങ്ങൾക്ക് ഏറ്റവും നല്ലത് അത് എത്തിച്ചു തരണം, അല്ലെ? ആ പ്രാർത്ഥനയുടെ മഹത്വമൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. അതിനുശേഷം ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിരുന്നു, അല്ലെ? അപ്പോ അതില് അത്രയ്ക്കും മഹത്തായ ഒരു പ്രാർത്ഥനയാണത്. നമ്മൾ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ, ഏറ്റവും ബിഗ്ഗസ്റ്റ് ക്രൈസിസിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ പകച്ചു നിൽക്കുമ്പോൾ പ്രാർത്ഥിക്കേണ്ടെന്ന ഒരു പ്രാർത്ഥനയായിട്ട് നമ്മളത് പഠിച്ചു, അല്ലെ? അപ്പോ അള്ളാഹു എങ്ങനെയാണ് അതിനെ സഹായിക്കുക എന്നതിന്റെ ഉത്തരവാണ് ഈ ആയത്ത് എന്നാണ് ഇബ്നു ആഷൂർ പറയുന്നത്. അതായത് നമ്മൾ വിചാരിക്കാത്ത വഴിയിലൂടെ ആയിരിക്കും അള്ളാഹു നമ്മളെ സഹായിക്കുക. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവർക്ക് കൊടുത്ത അള്ളാഹുവിന്റെ കാരുണ്യം എങ്ങനെയായിട്ടാ വന്ന? ഉറക്കത്തിന്റെ രൂപത്തിലാണ്. അതായത് അവര് അള്ളാഹിന്റെ കാരുണ്യം അവർക്കറിയോ ഞങ്ങൾ ഉറങ്ങാൻ പോകണമെന്ന്. ഈ ഗുഹയിൽ പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് അള്ളാഹ് തരാൻ പോണത് ഉറക്കമാണെന്ന് അവർക്കറിയോ? ഇല്ല, അവർക്ക് ഒട്ടും അറിയില്ല, അവർക്കൊരു വിചാരമില്ല. പക്ഷേ അള്ളാഹു എന്താ ചെയ്യുന്നത്? അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന അവരെ ഉറക്കിക്കൊണ്ടാണ്. അതൊരു പ്രധാനപ്പെട്ട പാഠമാണ് നമുക്ക്. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പിന്നീട് പറയാം, പക്ഷെ ഇപ്പൊ ഇത്ര മനസ്സിലാക്കാം. നമ്മൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകുന്ന ഉത്തരം ചിലപ്പോ നമുക്കത് മനസ്സിലാവില്ല പെട്ടെന്ന്. അത് നമുക്ക് മനസ്സിലാകാത്ത രൂപത്തിലായിരിക്കും അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് എത്തുക. തീരുമാനം എടുക്കാതെ നമ്മൾ പകച്ചു നിൽക്കുമ്പോൾ നമുക്കായിട്ട് അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരത്തിലേക്ക് ചിലപ്പോൾ നമുക്കത് ഉത്തരമായിട്ട് തോന്നൂല.
അങ്ങനെയാണ് അത് എത്തുക. ഓക്കെ, അതിനെ കുറിച്ചുള്ള വിശദീകരണം ഞാൻ പറയാം. അപ്പോൾ ഫ എന്ന് പറഞ്ഞാൽ അതാണ് ഇതിന്റെ ഉദ്ദേശം എന്നാണ് ഇപ്പൊ പറഞ്ഞതിന് ചുരുക്കം. ഇനി ലറബ്ന, ലറബ, ലറബയുടെ അർത്ഥം എന്താ? ലറബ അടിച്ചു ഏ അടിച്ചു അടിച്ചു. നമുക്ക് ആകെ ഒരു അർത്ഥം അറിയുള്ളൂ. അതെന്താ? അടിച്ചു. അതുകൊണ്ടാണ് ഉദാഹരണത്തിനുള്ള അർത്ഥമുണ്ട്. പിന്നെ എക്സാമ്പിളിന് പറയില്ലേ? ഉദാഹരണം ഇല്ലേ? ഉണ്ട് അല്ലെ? എക്സാമ്പിൾ പറയും. പിന്നെ എന്തൊക്കെ പറയും? ഉദാഹരിച്ചു എന്ന് പറയും. ലറബ മസലൻ, ഉദാഹരിച്ചു. ലറബല്ലാഹു മസലൻ. അതെ, ഉദാഹരിച്ചു. പിന്നെ വേറെന്താ അർത്ഥം? ലറബ ഫിൽ അർളി, സഞ്ചരിച്ചു. പിന്നെ ഇവിടെ ഓഡിയൻസ് ഉണ്ട്, എന്റെ ഫ്രണ്ടിൽ ഓഡിയൻസ് ഉണ്ട് കേട്ടാ. ലറബ കയറി. ഫിൽ കയറി കയറി കയറി, അത് റക്കീബ അല്ലേ? ഓക്കെ, ഞാൻ അതിൻ്റെ അകത്തേക്ക് വരാം. പല അർത്ഥങ്ങളുണ്ട്. അത് ഞാൻ എന്തിനാന്ന് പറയുന്നത് വെച്ചാൽ, ഇപ്പോ പെണ്ണുങ്ങൾ അടിക്കാൻ പറഞ്ഞിട്ടില്ലേ ഖുറാനില്? പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഉണ്ടാ? പറഞ്ഞിട്ടുണ്ട്. എവിടെ പറഞ്ഞേക്കണ? അയ്യൂബ് നബിനോട്. അയ്യൂബ് അയ്യൂബ് നബിനോട്. നബിയോടല്ല. അതായത് പെണ്ണുങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടായാല് ആദ്യം അവരെ കിടപ്പറന്ന് ഒഴിവാക്കണം അല്ലെ? വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഇ. അല്ല, ആദ്യം അങ്ങനെയല്ലല്ലോ. ആദ്യം എന്താ? പിന്നെ ഫദ്രിബൂഹുന്ന അല്ലെ? പിന്നെ അടിക്കണം. അടി, നമുക്ക് ആകെ അടി, ലറബക്ക അടി എന്നുള്ള അർത്ഥം മാത്രം അറിയണോണ്ട് നമ്മൾ അതിന് അർത്ഥം പറഞ്ഞിരിക്കുന്നത് അടിക്കാം. ചില ആണുങ്ങൾക്ക് ആ ഒറ്റ ആയത്തെ അറിയുള്ളൂ ഖുർആനില്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ ആദ്യം ചെയ്യുന്നത് അടിയാണ്. അത് എങ്ങനത്തെ അടി അടിക്കുക? ഭയങ്കരമായി അടിച്ചോളയും. അപ്പൊ നമ്മൾ അതൊരു വലിയ ആ വിഷയം വേറെ തന്നെ ഒരു ഡിസ്കഷനാണ് കേട്ടോ. ആ ആയത്തിന്റെ അർത്ഥം ഡിഫറെന്റ്, അത് പറയാനല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ലറബ എന്ന വാക്ക് മനസ്സിലാക്കുക വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ, സൂറത്തുൽ കഹ്ഫിന്റെ ഈ 11ാമത്തെ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോ ഈ അറബി ഭാഷയിൽ, അറബിയിൽ മാത്രമല്ല മിക്കവാറും ഇംഗ്ലീഷിലും ഉണ്ട്. അത് ഉദാഹരണത്തിന് ഞാൻ പറയാം, ഒരു പ്രിപ്പോസിഷൻ ചേർത്താലുള്ള അർത്ഥം മാറും. ഗിവ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഗിവ് എന്ന് പറഞ്ഞാല് ഇംഗ്ലീഷ് നൽകുക അല്ലെ? ഗിവ് അപ്പ് എന്ന് പറഞ്ഞാലോ ഉപേക്ഷിക്കുക. കംപ്ലീറ്റ് അർത്ഥം മാറി. നൽകുക എന്നതിന്റെ അപ്പുറത്തേക്ക് മാറിയിട്ട് ഉപേക്ഷിക്കാന്നായി അല്ലെ? ലീവ് എന്നാണ് ഗിവ്. ഗിവ് എവേ എന്ന് പറഞ്ഞാലോ? ഗിവ് എവേ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും വലിച്ചെറിയാന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഗിവ് എവേ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ആദരപൂർവ്വം ബഹുമാനപൂർവ്വം ഒരു പ്രസന്റ് കൊടുക്കണം, ഒരു അവാർഡ് കൊടുക്കണം. ഗിവ് എവേ ദ അവാർഡ് എന്നാ പറയാ. കണ്ടോ? അപ്പം ഗിവ് എന്ന വാക്കിന്റെ ഒപ്പം പ്രിപ്പോസിഷൻ ചേർത്തപ്പോൾ അതിന്റെ അർത്ഥം കംപ്ലീറ്റ് മാറിപ്പോയി. ഇതുപോലെ ലറബയുടെ ഒപ്പം പല പ്രിപ്പോസിഷൻ വരുമ്പോൾ അതിന്റെ അർത്ഥം മാറും. ഇപ്പൊ ഉദാഹരണത്തിന് ലറബ ഫിൽ അർള്, അർത്ഥം എന്താ? സഞ്ചരിച്ചു. അപ്പൊ ലറബയുടെ ശരിക്കുള്ള ആ റൂട്ട് ഒരു അർത്ഥമുണ്ട്. അതെന്താന്ന് വെച്ചാല് ഒരു സംഗതിയുടെ മേൽ മറ്റൊന്ന് വെക്കുന്നതിനാണ് ശരിക്കും ലറബ എന്ന് പറയാം. ടു സ്ട്രൈക്ക് ഓർ ഡ്രോപ്പ് സംതിങ് ഓൺ ടു സംതിങ് എൽസ്. ഇപ്പൊ നമ്മുടെ ഫോൺ, ആ ഫോണിന്റെ മുകളിൽ നമ്മുടെ കൈ വെച്ചു. ഇതുപോലെ ഒരു സംഗതിയുടെ മേലെ വേറൊരു സംഗതി ഡ്രോപ്പ് ചെയ്യുക, അതിനെ വെക്കുക, സ്ട്രൈക്ക് ചെയ്യുക. ഇതിനാണ് എന്ത് പറയാ? ലറബ എന്ന് പറയാം. അപ്പൊ അത് അടിക്കുമ്പോ അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഒരാളെ അടിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? ഒരാളെ അടിക്കുമ്പോൾ അയാളുടെ ശരീരത്തിന്റെ മേലെ നമ്മുടെ കൈ വന്ന് വീഴണം, അല്ലെങ്കിൽ കാല് വന്ന് വീഴണം. ലറബ ഫിൽ അർള്, ഭൂമിയിൽ സഞ്ചരിക്കുമ്പോൾ എന്താ സംഭവിക്കണം? നമ്മുടെ കാല് ഭൂമിയിൽ ഇങ്ങനെ വെക്കണം അല്ലെ? ഭൂമിയിൽ ചവിട്ടണം. അതുകൊണ്ട് ലറബ ഫീക്ക് സഞ്ചരിച്ചു എന്ന് അർത്ഥം പറയും. ഇനി ലുരിബത്ത് അലൈഹിമു ദില്ലത്തു വൽ മസ്കന വന്നിട്ടില്ലേ? എന്താ അതിന്റെ അർത്ഥം? ബനി ഇസ്രായേലിന്റെ മേലെ നിന്ദ്യതയും ദൈന്യതയും ഒക്കെ അടിച്ചേൽപ്പിച്ചു. അപ്പം നിന്ദ്യത ദൈന്യത എന്ന് പറഞ്ഞ ആശയമാണ് അല്ലെ? അതൊരു അബ്സ്ട്രാക്ട് ആണ്. പക്ഷെ അത് അവരുടെ മേലെ വന്ന് വീഴണം. സ്ട്രൈക്ക് ദം വിത്ത് ഹ്യൂമിലിയേഷൻ, സ്ട്രൈക്ക് ദം വിത്ത് സം സോർട്ട് ഓഫ് എ ഷെയിം. അവരുടെ മേലെ അത് അടിച്ചേൽപ്പിക്കണം. അതാണ്. ഇനി ലറബ അൻഹുമു ദിക്ർ, അതായത് ഒരാള് അയാളെ കുറിച്ച് സുന്നത്തെ കുറിച്ച് ഒരു ബോധേഡല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ലറബ അൻഹുമു ദിക്ർ എന്ന് പറയും. അയാളെ കുറിച്ച് ആരും പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ പറച്ചിൽ വന്ന് വീഴുന്ന അവസ്ഥ അയാളിൽ നിന്ന് എടുത്തു കളഞ്ഞു എന്നർത്ഥം. മനസ്സിലായ?
ഇനി ലറബ കൽബഹു അല സൈദ് എന്ന് പറയും. ഒരാള് തന്റെ നായയെ വേട്ടയ്ക്ക് വേണ്ടി പരിശീലിപ്പിക്കുന്നതിന് ലറബ കൽബഹു അല സൈദ് എന്ന് പറയും. കാരണം ആ, നായയെ പരിശീലിപ്പിക്കുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും? പതുക്കെ ഇങ്ങനെ അടിക്കുമല്ലോ, പാറ്റ് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ അതിനൊന്ന് കുലുക്കിയിട്ടൊക്കെയല്ലേ വിടുക. അപ്പൊ കുതിരനൊക്കെ നമ്മൾ പണ്ട് കാലത്ത് ഈ നിലം ഒഴുകുമ്പോൾ കാളേനെ എന്ത് ചെയ്യും ആളുകള്? അതിന്റെ വാലിൽ പിടിച്ചിട്ട് ഒന്ന് ചുറ്റി അടിക്കും, അല്ലെ? അല്ലെങ്കിൽ ഒരു ചാട്ടവാർ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ അടിക്കും, ചിലപ്പോൾ മുറുക്ക അടിക്കും ഒക്കെ. അതുകൊണ്ട് തന്നെ ലറബ കൽബഹു അല സൈദ് എന്ന് പറയും. പിന്നെ ലറബ അല യദിഹി എന്ന് പറയും. ഒരാള് തന്റെ മനസ്സിനെ പിടിച്ചു നിർത്തുന്നതിന്, റെസ്ട്രെയിന്റ് ചെയ്യുന്നതിന്, നിയന്ത്രിക്കുന്നതിന് പറയും ലറബ അല യദിഹിന്ന്. തന്റെ കയ്യിലടിച്ചു എന്ന് പറഞ്ഞാൽ കൈ വെച്ച് എന്തോ പ്രവർത്തിക്കാൻ പോകുമ്പോൾ ആ കൈയിനെ പിടിക്കുന്നതിന്. മനസ്സിലായോ? ഇനി ലുരിബ അലൽ കറം എന്ന് പറയും. ഒരാളുടെ നൊബിലിറ്റി, ഒരാളുടെ മാന്യതയെ, പിന്നെ ആ മാന്യതയ്ക്ക് നേരെ നടക്കുന്ന ആക്രമണത്തിന് പറയും ലുരിബ അലൽ കറം. അയാളുടെ മാന്യതയ്ക്ക് നേരെ അല്ലെങ്കിൽ അയാളുടെ അഭിമാനത്തിന് നേരെ ഉണ്ടായ ഒരു ആക്രമണമാണ് അതെന്ന അർത്ഥത്തിൽ അത് പറയും. അപ്പോ ഇവിടെ ഈ ലറബയ്ക്ക് ബേസിക്കലി അർത്ഥം ഞാൻ പറഞ്ഞു, ഒരു സംഗതി വേറൊരു സംഗതിയുടെ മേൽ വന്ന് വീഴുക, സ്ട്രൈക്ക് സംതിങ് വിത്ത് സംതിങ് എൽസ്. ഇതാണ് അതിന്റെ അർത്ഥം. ഇനി ഖുർആനിൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ വാചകത്തിൽ ഇത്ര ഞാൻ പറഞ്ഞ വെച്ചാൽ ഈ വാചകത്തിൽ അതെങ്ങനെ പ്രയോഗിച്ചു, അപ്പൊ ആ വാക്കിന്റെ അർത്ഥം എന്താണ്, ആ വാചകത്തിന്റെ അർത്ഥം പൂർണ്ണമായിട്ട് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ ലറബ അല എന്ന പദം ഖുർആനിൽ വേറെ എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നതുകൂടി നമ്മൾ പരിശോധിക്കണം. ലറബ അല എന്നുള്ളത് ഇപ്പൊ ഇവിടെ ലറബയുടെ ഒപ്പം വന്നിട്ടുള്ള പ്രിപ്പോസിഷൻ ഹർഫ് ഏതാ? അല. അല എന്നുള്ളതാണ്. ഒറ്റൊരു സ്ഥലത്താണ് ഖുർആൻ ഇത് വേറൊരു സ്ഥലത്ത് ഈ ലറബ അല പ്രയോഗിച്ചിട്ടുള്ളത്. സൂറത്തുൻ നൂറിലെ 31-ാമത്തെ ആയത്തിലാണ്. അതെങ്ങനെയാ വെച്ചാല് വൽ യദ്രിബിന ബിഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന. സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നുണ്ട് വൽ യദ്രിബിന, സ്ത്രീകൾ അവര് ലർബ് ചെയ്യട്ടെ. ഞാൻ അങ്ങനെ ഇപ്പോഴും അർത്ഥം പറയണം കേട്ടോ, അത് എന്റെ പൂർണ്ണാർത്ഥത്തിലേക്ക് വന്നിട്ടില്ല. വൽ യദ്രിബിന്ന ബിഹുമുരിഹിന്ന. ഹുമർ എന്ന് പറഞ്ഞാൽ എന്താ? ഹിമാർ. ഹിമാർ അല്ല, ഹിമാർ പുള്ളിയുള്ള തട്ടം. അവരുടെ തട്ടം അവര് ഇടട്ടെ. അലാ ജുയൂബിഹിന്ന, അവരുടെ നെഞ്ച് മാറ് മറക്കുന്ന രൂപത്തിൽ, അതായത് തലയിൽ എന്താണോ മറക്കണത് ആ വസ്ത്രം തന്നെ അവരുടെ ചെസ്റ്റിന്റെ ഭാഗവും മറയണം. ഇത് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹു ഉപയോഗിച്ച പദമാണ് ലറബ അല. വൽ യദ്രിബിന ബിഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന എന്നുള്ളത്. അപ്പൊ ഇവിടെ ലറബയുടെ അർത്ഥം എന്താ? ആരെങ്കിലും തട്ടോടുമ്പോ ഇങ്ങനെ വലിയ ഒച്ചയിൽ ഇങ്ങനത്തെ ഒച്ച കപ്പിച്ചിട്ട് തട്ടിടോ? ഇടോ? ഇല്ലല്ലോ. തട്ടോടുമ്പോ എങ്ങനെ ഇടുക? വളരെ സോഫ്റ്റ് ആയിട്ട് ഇടുക, അല്ലെ? സോഫ്റ്റ് ആയിട്ട് ഇടുക. അതിന്റെ അർത്ഥം ലറബ അല എന്ന് പറയുമ്പോ ടു പാറ്റ്, ടു പുട്ട് സംതിങ് വെരി സോഫ്റ്റ്ലി. അപ്പൊ അള്ളാഹു ഈ മനുഷ്യർ, ഈ യുവാക്കളെ അവരുടെ ഗുഹയിൽ വെച്ച് ലറബ അല ആദാനിഹിം, അവരുടെ ചെവിയിൽ അടിച്ചു എന്ന് അർത്ഥം പറഞ്ഞാൽ ഗുരുതരമായ തെറ്റാണ്. മറിച്ച് എന്താ അതിന്റെ അർത്ഥം പറയാ? വളരെ മൃദുവായിട്ട് അവരുടെ ചെവിയിൽ അള്ളാഹു തലോടി, കേട്ടാ? ഇതാണ് അതിന്റെ അർത്ഥം. എന്തിനാ തലോടിയത്? സോ ദാറ്റ് ദേ സ്ലീപ്പ്, they go into deep sleep. ഏതുപോലെ കുഞ്ഞുങ്ങളെ ഉറക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ പ്രത്യേകിച്ച് ചെവിയിൽ, തലയും ചെവിയൊക്കെ ഉൾപ്പെടുന്ന ഭാഗത്ത് തടവാറുണ്ട്, അല്ലെ? കുട്ടികൾ ഇങ്ങനെ കിടക്കുമ്പോൾ ചരിഞ്ഞാണല്ലോ കിടക്കുക. അതുപോലെ ആ യുവാക്കളെ അള്ളാഹു അവരുടെ ചെവിയിൽ തലോടി, അവരെ ഓക്കെ, വി സ്ട്രക്ക് അപ്പോൺ ദർ ഇയേഴ്സ്. അപ്പൊ ഇവിടെ ഒരു ഇബ്നു ആഷൂർ അതിനെക്കുറിച്ച് ഇത് ഇങ്ങനെ വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു വെർബ് മിസ്സിംഗ് ആണ്, അല്ലെങ്കിൽ വെർബിന്റെ മഫ്ഊല് മിസ്സിംഗ് ആണ്. അതായത് എന്തു വെച്ചിട്ടാണ് അവരുടെ തലയിൽ അടിച്ചത്? അതിന് അദ്ദേഹം പറയുന്നത് മീൻസ് അടിക്കല്ല, തലോടിയത്. അതൊരു സം കൈൻഡ് ഓഫ് ബാരിയർ ഓർ ബ്ലോക്ക് ഓൺ ദർ ഇയേഴ്സ്. അവരുടെ ചെവിയിൽ ഒരു തടസ്സം ഇട്ടു എന്നുള്ളതാണ്. എന്തിനായിരിക്കും ചെവി ഇവിടെ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്? കാരണം ഇവിടെ അവരെന്താ ചെയ്യാൻ പോണ? ദീർഘമായിട്ട് ഉറങ്ങാൻ പോവുകയാണ്. എത്ര വർഷം ഉറങ്ങിയെന്ന? 350 വർഷത്തിന് ശേഷം. അത് മറ്റുള്ളവർ പറയുന്നതായിട്ടാണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു കൃത്യമായ കണക്ക് പറഞ്ഞിട്ടില്ല. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് അടുത്ത ആയത്തിലേക്ക് എത്തുമ്പോൾ പറയാം. പക്ഷേ ചെവി ഇവിടെ പ്രത്യേകമായി സൂചിപ്പിക്കാൻ കാരണം, കാത്, നമ്മളുടെ ഇയർ, അത് പറയാൻ കാരണം
ഈ നമുക്ക് ഉറങ്ങുമ്പോൾ ശബ്ദം കേൾക്കുക എന്നുള്ളതാണ് ആ ഉറക്കത്തിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അല്ലെ? ശബ്ദം നമ്മൾ കേട്ടിട്ടില്ലെങ്കിൽ ചെവിയിൽ എന്തെങ്കിലും ഒന്ന് തടവി വെച്ചാൽ, ഒന്ന് ഇതാക്കി വെച്ചു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും എത്രയോ കാലം വേണമെങ്കിലും ഉറങ്ങും. ഈ എത്രയോ കാലം എന്ന് പറഞ്ഞാൽ എത്രയോ നേരം വേണമെങ്കിലും ഉറങ്ങും. എത്രയോ കാലം ഉറങ്ങണമെങ്കിൽ അള്ളാഹുവിന്റെ ഇതുപോലത്തെ മുഅ്ജിസത്ത് വേണം. അപ്പോൾ ആ ചെവിയിൽ, അവരുടെ കാതുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഏതോ അർത്ഥത്തിൽ അതിനെ അടച്ചു കളഞ്ഞു. അങ്ങനെ അവരെ സമാധാനപരമായി ഉറക്കി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രയോഗം അള്ളാഹു നടത്തിയിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? ഫളറബ്ന അലാ ആദാനിയും, അങ്ങനെ നാം അവരുടെ കാതുകളിൽ, അങ്ങനെയാണ് മിക്ക തഫ്സീറിലും കാണുന്നത്, അടച്ചു കളഞ്ഞു എന്നാ കാണുന്നത്. കാതുകൾ അടച്ചു കളഞ്ഞു, അല്ലെ? അതെ, അടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാലും ശരിയാണ്. പക്ഷെ ലറബയ്ക്ക് നമ്മൾ പറഞ്ഞ ഒരു, ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ഫൽ യദ്രിബ്ന ബിഹുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന, അവിടെ ലറബ അല പറഞ്ഞു. അവിടെയും ഒരു സോഫ്റ്റ് ആയിട്ടുള്ള, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറില്ല, അത് വലിയ ശക്തമായിട്ട് കഠിനമായിട്ട് നമ്മൾ അതിനെ പിന്നെ ഇടാറില്ല. മറിച്ച് വളരെ സോഫ്റ്റ് ആയിട്ട് മൃദുവായിട്ടാണ് വസ്ത്രം ധരിക്കുക, അല്ലെ? നമ്മുടെ ശരീരത്തിലേക്ക് വസ്ത്രം ധരിക്കും. ആ ഒരു മീനിങ് ഇവിടെ ഉണ്ട്. അപ്പൊ ഒരു മൃദുവായിട്ടുള്ള, അടച്ചു കളഞ്ഞു എന്നൊക്കെ പറയുമ്പോൾ ഉള്ള ആ ഒരു കഠിനത അവിടെ ഇല്ല. മറിച്ച് എന്താ ഉള്ളത്? ഒരു സോഫ്റ്റ്നെസ് ആവുന്നത്. എങ്ങനെയാ? ഉറക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞൂടെ? ഉറക്കിയിട്ട് കളഞ്ഞിട്ടില്ല, അള്ളാഹു സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടാ. അതാണ് സൂറത്ത് നൂറിലെ 31-ാമത്തെ ആയത്തിൽ പറഞ്ഞത് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്. അതാണ് കാരണം. അവിടെയാണ് നമ്മൾ ഖുർആനിനെ ഖുർആൻ കൊണ്ട് വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. മനസ്സിലാവുന്നുണ്ടോ? ഖുർആനിനെ ഖുർആൻ കൊണ്ട് വിശദീകരിക്കുക. പ്രത്യേകിച്ച് വെർബൽ ഇഡിയംസിനെ കുറിച്ചിട്ടുള്ള ഒരു ഇംഗ്ലീഷ് ഒരു പുസ്തകമുണ്ട്. ഞാൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കിട്ടണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാം. ഇഡിയംസിനെ കുറിച്ചൊരു അദ്ദേഹത്തിന്റെ ആണ്. അത് ഞാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ പുസ്തകത്തില് ഖുർആനിലെ ഇതുപോലെ വന്ന പ്രയോഗങ്ങൾ ഉണ്ട് കേട്ടാ. അപ്പൊ ഏറ്റവും പ്രധാന ലറബ അല എന്ന് പറഞ്ഞ അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പം ഈ ഒരു പിന്നെ ഇമാം അശ്ശാറാവി അതിനെക്കുറിച്ച് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഒരു വാചകം, ഈ ഇവരുടെ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ ഒരു വഴിയെ കുറിച്ച് നമ്മൾ പറയണം. അതായത് ഇവർ ചോദിച്ചത് എന്താ? ഇവര് ചോദിച്ചത് റബ്ബന ആതിന മിൻ ലദുൻക റഹ്മ, ഞങ്ങളുടെ നാഥ നിന്റെ ഭാഗത്ത് നിന്നുള്ള കാരുണ്യം നീ ഞങ്ങൾക്ക് നൽകണേ എന്നാണ് ചോദിച്ചത്. ആ കാരുണ്യത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു രൂപമാണ് അവരുടെ ചെവിയിൽ അള്ളാഹു തലോടി. കാരണം നോക്കൂ, ലറബ്ന എന്നാണ് പറഞ്ഞത്, അല്ലെ? അള്ളാഹു പറയണ നാം തലോടി അല അദാനിഹിം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു കാരുണ്യത്തിന്റെ ഒരു മന്ദമാരുതൻ, ഒരു ശീതളച്ചായ അവരുടെ ചെവിയിലൂടെ ഇങ്ങനെ പതുക്കെ തലോടിയപ്പോഴാണ് അവർക്ക് ഉറക്കം സംഭവിച്ചത്. ആ ഉറക്കമാണ് വർഷങ്ങളോളം നീണ്ടു നിന്ന ഉറക്കമായിട്ട് മാറിയത് എന്നുള്ളതാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്ന അതെന്തുകൊണ്ട് കാരുണ്യമാണ് എന്ന് പറയുന്നുണ്ട് ഇമാം ഷാറാവി. മർഹൂം മുത്തവല്ലി ഷാറാവിനെ കേട്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ, അല്ലെ? ഈജിപ്തിലെ ഒരു മഹാനായ പണ്ഡിതനായിരുന്നു. ഒരു ഖുർആനെ ഇത്രയും വളരെ ലളിതമായി നല്ല നാടൻ ഭാഷയിൽ ഈജിപ്ഷ്യൻസിന് വിശദീകരിച്ചു കൊടുത്ത മറ്റൊരു പണ്ഡിതനില്ല. അപ്പോ ആ അർത്ഥത്തിൽ ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു വിശദീകരണം നൽകിയ പണ്ഡിതനാണ് മുഹമ്മദ് മുത്തവല്ലി ഷാറാവി. അദ്ദേഹം പറയാണ്, ഈ നമുക്ക് ശാരീരികമായിട്ട് ഏറ്റവും പ്രയാസമുള്ള ഒരാൾക്ക് ഒരു രോഗം വന്നു. ഇപ്പൊ ഉദാഹരണത്തിന് മാരകമായ രോഗങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വലിയ ട്രോമയിലൂടെ നമ്മൾ കടന്നുകൊണ്ട്, പടച്ചവൻ അത്തരം സംഗതികളിൽ നിന്നൊക്കെ നമ്മൾ കാത്തുരക്ഷിക്കട്ടെ എല്ലാവരെയും. പക്ഷെ അങ്ങനെ വരുന്ന ആളുകൾക്ക് അവർക്ക് ആശ്വാസം കിട്ടുന്ന ഒരേ ഒരു സന്ദർഭം ഏതാ? ഉറങ്ങുമ്പോഴാണ്, അല്ലെ? ഉറങ്ങുമ്പോഴാണ് അവർക്ക് അത്തരം അവരനുഭവിക്കുന്ന ട്രോമയിൽ നിന്ന്, അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന്, അഫ്ലിക്ഷൻസിൽ നിന്നൊക്കെ ഒരു സമാധാനം ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഈ അള്ളാഹുവിന്റെ കാരുണ്യം അവർക്ക് ലഭിച്ചത് ഉറക്കത്തിന്റെ രൂപത്തിലാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇപ്പൊ നോക്കൂ, അവര് ഒരു വലിയ
ഒരു രാജാവിന്റെ പിന്നെ ആ, ക്രൂരതയിൽ നിന്ന്, കഠിനമായ പിടുത്തത്തിൽ നിന്ന് ഓടിപ്പോന്നിരിക്കുകയാണ് അവര്. ആ ഓടിപ്പോന്നിട്ട് അവരെന്താ ചെയ്യണം? ഗുഹയിൽ അഭയം തേടിയിട്ട് അവർക്ക് ആകെ ചെയ്യാനുള്ളത് ഒരേ ഒരു സംഗതി ഉള്ളൂ. അതെന്താ? പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് അള്ളാഹുവിനോട്. അവർ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നാഥ, നീ ഞങ്ങൾക്ക് നിന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യം നൽകണേ എന്നവർ പ്രാർത്ഥിച്ചു. ഓക്കെ, ആ കാരുണ്യത്തിന്റെ ഒരു പ്രകടനമായ ഒരു രൂപമാണ് അള്ളാഹു അവരെ ഉറക്കത്തിന്റെ രൂപത്തിൽ അവർക്ക് തലോടി തഴുകി അവരെ കടന്നുപോയത് എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത്. അതായത് അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് ധാരാളം, അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, അവർക്ക് മറ്റേതെങ്കിലും രൂപത്തിലാണ് അള്ളാഹു സഹായം ചെയ്യാൻ ആലോചിക്കണമെങ്കിൽ എന്തൊക്കെ വേണം? അവർക്ക് ഫുഡ് വേണം, അവർക്ക് വെള്ളം വേണം, അവർക്ക് രോഗം വന്നാൽ ചികിത്സിക്കാൻ സഹായം വേണം, അല്ലെ, വസ്ത്രം വേണം, കൂട്ട് വേണം, അവർക്ക് വിവരങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ആള് വേണം. ഇതൊന്നുമില്ലാത്ത ഒറ്റ ഒരു പരിഹാരം, ഒരു സിമ്പിൾ സൊല്യൂഷനാണ് അള്ളാഹു കൊടുത്തത്. വഹയ്യ ലനാ മിൻ അംരിനാ റഷദ, ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം നീ ആക്കി തരണേ എന്ന് അവർ പ്രാർത്ഥിച്ചപ്പോ എല്ലാറ്റിനും കൂടെ ഒറ്റ പരിഹാരത്തിൽ, ഒരു ഒറ്റമൂലി പരിഹാരം അള്ളാഹു കൊടുത്തു. അതെന്താ? അവരെ ദീർഘകാലത്തേക്ക് ഉറക്കുക എന്നുള്ളതാണ്. എല്ലാ പ്രവാചകന്മാർക്കും അല്ലെങ്കിൽ എല്ലാ നല്ല മനുഷ്യർക്കും അവരുടെ പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ ഉത്തരം കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷെ പല രൂപത്തിലാണ് അള്ളാഹു പരിഹാരം കൊടുക്കുക. അതാണ് ഇമാം ഷാറാവി ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ സത്യവിശ്വാസികൾ അവരുടെ അമ്പരപ്പിലും അവരുടെ പ്രയാസത്തിലും ഒക്കെ ആകുമ്പോൾ, ഇപ്പൊ ഉദാഹരണത്തിന് ഇതേപോലെ അള്ളാഹു ഉറക്കിയ മറ്റൊരു സന്ദർഭമുണ്ട്. ഇപ്പൊ ബദർ യുദ്ധത്തിൽ, ഇതും ഇമാം ഷാറാവി ഉദ്ദേശിക്കുന്നതാണ്. ബദർ യുദ്ധത്തിന്റെ തലേന്ന് ഇത് യുഗഷീഹിമും അമനത്തൻ നുആസൻ എന്ന് പറയുന്നുണ്ട്. തിരിച്ച് അല്ല, ഇത് യുഗഷീഹിമുൻ നുആസു അമനത്തൻ, അവരെ ഒരു ഉറക്കം ഒരു നിർഭയമായി അവരെ തഴുകിയപ്പോ എന്ന് പറഞ്ഞാൽ, ആ രാത്രി ബദർ യുദ്ധത്തിന്റെ തലേന്ന് രാത്രി ഒരിക്കലും ഉറങ്ങാൻ കഴിയാത്ത അത്ര ഭീതിതമായ ഒരു അന്തരീക്ഷത്തിലാണ് വിശ്വാസികൾ ഉള്ളത്, അല്ലെ? കാരണം പിറ്റേ ദിവസം യുദ്ധം നടക്കാൻ പോണ്. അവർ 1000 പേര്, ഇവര് 300 പേര്. ഈ 313 പേരും 1000 പേരും തമ്മിലുള്ള യുദ്ധത്തില് ആരാണ് ജയിക്കാന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ അങ്ങനെയല്ല അള്ളാഹുവിന്റെ നിശ്ചയം എന്നത് അവരെ ബോധ്യപ്പെടുത്താൻ അള്ളാഹു ചെയ്ത ഒരു പണിയാണെന്ത്? അവരെ പെട്ടെന്ന് ഉറക്കുക എന്നുള്ളത്. ആ ഉറക്കത്തോടു കൂടി അവർക്ക് പിറ്റേന്ന് രാവിലെ ഉണ്ടായ ഒരു വർദ്ധിച്ച ആവേശം, ആ ആവേശമാണ് അവരെ പിന്നീട് വിജയത്തിലേക്ക്. ഓഫ് കോഴ്സ് ഈമാനിന്റെ ശക്തി വേറെ ഉണ്ട്. അപ്പോ ഇത് അള്ളാഹുവിന്റെ ഒരു ശൈലിയാണ് എന്നതാണ് മറ്റൊരു സംഗതി. ഇപ്പം അപ്പൊ നമുക്ക് ആ പ്രാർത്ഥനയിൽ നിന്ന് വേറൊരു സന്ദർഭത്തിൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. അതായത് വല്ലാതെ മാനസികമായിട്ടൊക്കെ പ്രയാസം അനുഭവിക്കുമ്പോൾ നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാം, ഇത്തരം ഗുഹാവാസികളെ ഉറക്കിയ നാഥ, ഉറക്കം കിട്ടാതെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോ അങ്ങനത്തേക്ക് ഒരു ഘട്ടത്തില് ബദർ യുദ്ധത്തിന്റെ തലേന്ന് ബദരീങ്ങളെ ഉറക്കിയ നാഥ, എനിക്ക് ഒരു ഉറക്കം, ആ ഒരു ഉറക്കം, അതായത് എല്ലാ വേദനകളും വിഷമങ്ങളൊക്കെ മറക്കാൻ പറ്റുന്ന ഒരു ഉറക്കം നൽകണേ എന്നൊക്കെ പ്രാർത്ഥിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഇതുപോലെ പൊതുവായ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതി. കാരണം അന്തിമമായിട്ട് താൽക്കാലികമായ പരിഹാരം അല്ല വേണ്ടത്, ശാശ്വതമായ പരിഹാരം. ഇവർക്ക് അള്ളാഹു കൊടുത്ത ശാശ്വതമായ പരിഹാരമാണ്. 300 വർഷം അങ്ങോട്ട് ഉറങ്ങി എന്ന് പറഞ്ഞാൽ രാജാവും പോയി, അവിടുത്തെ ജനങ്ങളും പോയി, എല്ലാം പോയി, തലമുറകള് മാറി മാറി വന്ന ഒരവസ്ഥ അവർക്കുണ്ടായി എന്നർത്ഥം. ഓക്കെ, അപ്പൊ അതാണ് അതിനെക്കുറിച്ച് ഇമാം ഷാറാവി പറഞ്ഞത്. ഓക്കെ, വേറൊരു സംഗതി ഇമാം ഷാറാവി ഈ ആദാനിഹിം, ചെവിയിൽ അവരെ തലോടി എന്ന് പറഞ്ഞതിന്റെ ഒരു പോയിന്റ് അദ്ദേഹം പറഞ്ഞത്, അവർ പോകുന്നത് ഒരു ഗുഹയിലാണ്. ഗുഹ എവിടെയാണ്? മലയുടെ മുകളിലാണ്. മലക്ക് ചുറ്റും കാടുണ്ടാകാം, ഒരു വൈൽഡർനെസ്, ഒരു വന്യമൃഗങ്ങളൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അതിന്റെ ഒച്ചപ്പാടുണ്ടാവും, ബഹളം ഉണ്ടാവും, അല്ലെ? വലിയ വലിയ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ ശബ്ദങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു അവരെ രക്ഷിച്ചു. കാറ്റും കൊടുങ്കാറ്റും പിന്നെ ഈ വന്യമൃഗങ്ങളുടെ ശബ്ദം, അവരുടെ അക്രമം, ഒരുപാട് ഊഹിക്കാൻ പറ്റാത്ത പല സംഗതികൾ അവരെ ഉപദ്രവിച്ചേക്കാം. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു സംരക്ഷണമായിക്കൊണ്ടാണ് അള്ളാഹു അവരുടെ ചെവിക്ക് പ്രത്യേകമായിട്ട് ഇങ്ങനെ ഒരു അവന്റെ കാരുണ്യം കൊണ്ടുള്ള ഒരു തടവൽ ഉണ്ടായത് എന്നതാണ് അദ്ദേഹത്തിന് പറഞ്ഞത്. പിന്നെ വേറൊരു മീനിങ് പറയുന്നത് കേൾക്കാനുള്ള ഒരു ശക്തി എടുത്തു കളഞ്ഞു എന്നാണ്. അപ്പൊ അതിന്റെ അർത്ഥം ലറബ എന്ന് പറഞ്ഞാൽ അടിച്ചിട്ട് കേൾക്കാനുള്ള ശക്തി എടുത്തു കളഞ്ഞു. പക്ഷെ ദാറ്റ്സ് നോട്ട്, അതതിന്റെ ഒരു കറക്റ്റ് മീനിങ് അല്ല. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ സൂറത്തു നൂറിലെ 31-ാമത്തെ ആയത്തിനെ വെച്ചിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുമ്പോൾ ആ രൂപത്തിലല്ല, മറിച്ചൊരു കാരുണ്യത്തിന്റെ മൃദുവായ തലോടലാണ് ഉണ്ടായത്. മറിച്ച് അങ്ങനെ കേൾവി ശക്തി എടുത്ത് കളഞ്ഞതല്ല. കേൾക്കാതെ, മറ്റു ശബ്ദങ്ങളൊന്നും കേൾക്കാതെ സ്വച്ഛമായി ഉറങ്ങാനുള്ള ഒരു അവസരം അള്ളാഹു അവർക്ക്
ഉണ്ടാക്കി കൊടുത്തു എന്നതാണ്. ഒരു വലിയ ഭൂകമ്പം വന്നാൽ പോലും, വലിയ കൊടുങ്കാറ്റ് വന്നാൽ പോലും അവരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് ഉറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി കൊടുത്തു. ഇമാം അൽ ഖുർത്തുബി അതിനെക്കുറിച്ച് പറഞ്ഞതും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഇതൊരു അവരെ ഉറക്കി എന്നതിന്റെ ഒരു എക്സ്പ്രഷനാണ് ഈ ലറബ്ന അല ആദാനിഹിം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഖുർആനില് പിന്നെ ഇത് ഖുർആന്റെ ഒരു മുഅ്ജിസത്തായിട്ടാണ് അദ്ദേഹം പരിചയപ്പെടുത്തുന്നത്, ഇമാം ഖുർത്തുബി. കാരണം ഈ സാധാരണഗതിയിൽ അള്ളാഹുവിനെ അവരെ ഉറക്കി എന്ന് പറയാൻ എങ്ങനെ പറഞ്ഞാൽ മതി? ഉറങ്ങുക എന്നുള്ളതിന്റെ പദം എന്താ? നാമ അല്ലെ? ഉറക്കി എന്നുള്ളതിനോ? അനാമ അല്ലെ? അനാമ. ജലസ ഇരുന്നു, അജലസ ഇരുത്തി. അതുപോലെ തൈമ ഭക്ഷിച്ചു, അത്അമ ഭക്ഷിപ്പിച്ചു. അനാമ എന്നുള്ള പദം പ്രയോഗിച്ചാൽ മതി. പക്ഷെ അതിന് പകരം ഈ ലറബ അല ആദാനിഹിം എന്ന ഒരു പദം പ്രയോഗിച്ചത് അത്രത്തോളം സൂക്ഷ്മങ്ങളായിട്ടുള്ള ഒരു മനോഹരമായ പ്രയോഗമായിട്ടാണ് ഇമാം ഖുർത്തുബി അതിനെക്കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ടുകൂടിയാണ് ഈ ഖുർആന്റെ ചാലഞ്ചിന് മറുപടി നൽകാൻ ആർക്ക് കഴിയാതെ പോയത്? കാരണം ഈ ഖുർആൻ കഥ പറയുമ്പോൾ ഉള്ള സ്റ്റൈലില് അതിനെ മാച്ച് ചെയ്യാൻ അവർക്ക് പറ്റാതെ പോയത് ഇത്തരം പ്രയോഗങ്ങളാണ് ഖുർആൻ കഥ പറയുമ്പോൾ പ്രയോഗിച്ചത് എന്നുള്ളതാണ്. അപ്പൊ നമ്മളിപ്പോ ഈ പഠിക്കുന്ന പ്രയോഗം എന്ന് പറയുന്നത് ഖുർആന്റെ ഒരു മുഅ്ജിസത്ത് കൂടിയാണ്. അതുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതായത് വെറുതെ ഒരു അവരെ ഉറക്കി നമ്മളെ പിന്നെ മറ്റു ഭാഷയിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, പല തഫ്സീറുകളിലും അവരെ അവരുടെ ചെവി അടച്ചു കളഞ്ഞു എന്നൊക്കെ അങ്ങോട്ട് സിമ്പിളായിട്ട് പറഞ്ഞു പോകേണ്ട ഒരു പദമല്ല അതെന്നർത്ഥം. ആ പദത്തെ അതിന്റെ റൂട്ടില് അതിന്റെ മറ്റു സ്ഥലങ്ങളിൽ പ്രയോഗിച്ച് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് റിയലി എ മാർവലസ് യൂസേജ്, വെരി ഗ്രേറ്റ് ഫ്രേസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഇനി അൽ സജ്ജാജ് അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് വി പ്രിവെന്റഡ് ലറബ അദ്ദേഹം പറഞ്ഞത് പ്രിവെന്റ് ചെയ്യുന്നു എന്നാണ്. അതായത് ഒരു തടഞ്ഞു എന്നാണ് അതിന് അർത്ഥം പറഞ്ഞത്. അദ്ദേഹം അതിന് അർത്ഥം പറഞ്ഞത് എന്ന് വെച്ചാല് കേൾക്കുന്നതിൽ നിന്ന് തടഞ്ഞു എന്ന അർത്ഥത്തിലാണ്. അപ്പൊ ലറബ അല ആദാനിഹിം എന്താ പറഞ്ഞാലോ? ലറബ അല ആദാനിഹിം എന്ന് പറഞ്ഞതിനുള്ള ഉദ്ദേശം അവരെ കേൾക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു എന്ന അർത്ഥത്തിലാണ് എന്നാണ് അതിന്റെ ഒരു മീനിങ് ആയിട്ട് അവർ പറയുന്നത് കേട്ടോ. ഓക്കെ, ശരി. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹു അവരുടെ കാതുകളെ തടഞ്ഞു ഏതെങ്കിലും തരത്തിലുള്ള ശബ്ദം അവരെ എത്തുന്നതിൽ നിന്ന്. അതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ അതേ മീനിങ്ങിൽ തന്നെയാണ്. അതായത് ഇവിടെ അള്ളാഹു ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത് മറ്റ് ഈവിളായിട്ടുള്ള മോശപ്പെട്ട ആളുകൾ അവരെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് അവർക്ക് രക്ഷ നൽകിയത് അവരെ ഇങ്ങനെ ഉറക്കിക്കെടുത്തിക്കൊണ്ടാണ് എന്നതാണ് കേട്ടോ. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പിന്നെ വേറൊരു അർത്ഥം പറയുന്നത് സാധാരണഗതിയിൽ അവർ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു, എന്നിട്ട് അവർക്ക് സ്വസ്ഥമായിട്ട് അവിടെ കഴിയാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പ്രൊഫസർ അത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കണക്ഷൻ പോയത്. പ്രൊഫസർ മുന്തസിർ മീർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ആണ് ഞാൻ നേരത്തെ പറഞ്ഞ വെർബൽ ഇഡിയംസ് ഇൻ ഖുർആൻ. അതിനെക്കുറിച്ച് അതിന്റെ ഒരു PDF കിട്ടണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിലിടാം. നന്നായിട്ട് റിസർച്ച് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക്, ഖുർആന്റെ ഇത്തരം പദപ്രയോഗങ്ങളെ കുറിച്ച് റിസർച്ച് നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഉപകാരപ്പെട്ട ഒരു പുസ്തകമാണ് കേട്ടോ. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മീനിങ് അതിലാണ് അദ്ദേഹമാണ് ഈ കുട്ടികളെ ഉറക്കുന്നതുമായി ബന്ധപ്പെട്ട് അറബി ഭാഷയിൽ ഈ പദം പ്രയോഗിച്ചിട്ടുണ്ട്. ലിറ്ററലി, അതായത് ചെറിയ കുഞ്ഞുങ്ങളെ ബേബീസിനെ മദേഴ്സ് ഉറക്കുമ്പോൾ അവരെ ഉറക്കുന്നതിന് ലറബ അല ആദാനിഹിം എന്നത് പ്രത്യേകിച്ച് ജാഹിലിയ പോയട്രിയിൽ, ജാഹിലിയ കാലത്തെ കവിതകളിൽ, അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിൽ ഈ വെർബൽ ഇഡിയംസ് ഓഫ് ഖുർആൻ എന്നുള്ള പുസ്തകത്തിൽ ഏറ്റവും കൂടുതൽ ജാഹിലിയ പോയട്രിയിൽ നിന്ന് എടുത്തിട്ട് അതിലെ പ്രയോഗങ്ങളും ഖുർആനിലെ പ്രയോഗങ്ങളായിട്ട് താരതമ്യം ചെയ്തിട്ടുള്ള ഒരു പഠനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അപ്പൊ അതിൽ കുട്ടികളെ ഉറക്കുന്നതിന് ഇങ്ങനെ പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം കവിതകൾ ഉദ്ധരിച്ചിട്ട് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ അള്ളാഹുവിന്റെ സ്നേഹം, അവന്റെ കാരുണ്യം, ഈ ഗുഹാവാസികളോടുള്ള കാരുണ്യമാണ് അത് കാണിക്കുന്നത്. ഏതുപോലെ ഒരു മദറിന് തന്റെ ഏറ്റവും ചെറിയ കുഞ്ഞിനോടുള്ള ഒരു സ്നേഹം പോലെയാണ് അള്ളാഹു അവരോട് സ്നേഹം കാണിച്ചത് എന്നാണ് പറയുന്നത്. ഇനി അൽ കഹഫ്, ഫിൽ കഹഫ് എന്ന് പറഞ്ഞാല് കഹഫ് നമ്മൾ പറഞ്ഞു, കഹഫ് എന്ന് പറഞ്ഞാൽ വലിയ ഗുഹയാണ്, ഗാർ എന്ന് പറഞ്ഞാൽ ചെറുതാണ്. അപ്പോ ഫിൽ കഹഫി, ആ
ഗുഹയിൽ തന്നെ അവരെ ഉറക്കാനുള്ള സംവിധാനമാണ് അള്ളാഹു ചെയ്തത് എന്നാണ് ഫളറബ്ന അല ആദാനിഹിം ഫിൽ കഹഫ് എന്ന് പറഞ്ഞത്. ഇനി സിനീന അദദൻ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? സിനീന അതിന്റെ ഒരു അജക്റ്റീവ് ആണ്, സിഫത്താണ് അദദൻ. അദദ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ? അദദ് എണ്ണം. എണ്ണം. ശരിക്കും സിനീന എന്ന് പറയുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കുക കൃത്യമായ ആ വർഷത്തിന്റെ കണക്ക് പറയുമെന്നാണ്. പക്ഷെ ആ കണക്ക് പറയാതെ അള്ളാഹു അനേകം എന്ന അർത്ഥത്തിലാണ് അദദൻ അവിടെ പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അദദൻ എന്നുള്ളത് സിനീനിന്റെ സിഫത്താണ്, അതിന്റെ അഡ്ജക്റ്റീവ് ആയിട്ടാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അപ്പോ ഇവിടെ ഒരു ഗ്രേറ്റ് നമ്പറിനെ കുറിക്കാണ്, അതായത് ഒരുപാട് കാലം എന്ന പ്രയോഗം ആണ് ശരിക്കും അദദൻ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിച്ചത്. അതായത് ഒരുപാട് കാലം അവർ ഉറങ്ങി എന്ന അർത്ഥത്തിൽ, മെനി ഇൻ നമ്പർ. സോ അവരല്ലാഹു ഫളറബ്ന അല ആദാനിഹിം, അവരുടെ കാതുകളിൽ അള്ളാഹു തഴുകി ഒരുപാട് വർഷത്തേക്ക് ഉറങ്ങാൻ പറ്റുന്ന കോലത്തിൽ അള്ളാഹു അവരെ ഉറക്കിക്കിടത്തി എന്നർത്ഥം കേട്ടാ. ഈ അദദൻ എന്ന പ്രയോഗത്തിൽ ഒരുപാട് എന്ന അർത്ഥം കിട്ടുന്ന ഒരു പ്രയോഗം ഖദീജ റളിയല്ലാഹു അൻഹ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസില് പറയുന്നുണ്ട്, ഫകാന യഖ്റുജു ഇലാ ഗാരി ഹിറ യതഹന്നസു ഫീഹി ലയാലിൻ ദാത്ത അദദ്. അതില് അവർ പറഞ്ഞാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്തിന് മുമ്പ്, പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് ഹിറാ ഗുഹയിൽ പോയിട്ട് യതഹന്നസു ഫീഹി, അവിടെ ഇങ്ങനെ ആരാധനയിൽ മുഴുകിയിരുന്നു, ധ്യാനത്തിൽ മുഴുകിയിരുന്നു. ലയാലിൻ ദാത്ത് അദദ്, അനേകം രാത്രികൾ. ദാത്ത് അദദ് എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് അനേകം. ആ അദദ് തന്നെയാണ് ഇവിടെയും പ്രയോഗിച്ചിട്ടുള്ളത് എന്നർത്ഥം കേട്ടോ. അപ്പോ അദദിന്റെ അവിടുത്തെ ഉദ്ദേശം എണ്ണം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അനേകം എന്ന അർത്ഥത്തിലാണ് അവിടെ വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ഇമാം ഷങ്കൈത്തി ഇതിനെ കുറിച്ച് പറയുന്നത് ഈ ഇസ്മു മഫ്ഊൽ ആയിട്ടാണ് ഈ അദദ് വന്നിട്ടുള്ളത്. അതായത് പിന്നെ ഒരുപാട് വർഷങ്ങൾ എന്നത് കൗണ്ട് ചെയ്യുന്നതിന് അതിന്റെ ഒരു കൗണ്ട്, അതായത് മഅദൂദൻ, സിനീന മഅദൂദൻ എന്ന ഇസ്മു മഫ്ഊലിന്റെ അതേ രൂപത്തിലാണ് അദദ് വന്നിട്ടുള്ളത് എന്നാണ് ഇമാം ഷങ്കൈത്തി പറയുന്നത്. ഓക്കെ, അതൊരു അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതി അല്ല, ബട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് കേട്ടാ. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതാണ്. ഇപ്പൊ ക്രിസ്ത്യൻ ട്രഡീഷനില് ഈ കഥ ഒരു കഥയുടെ രൂപത്തില് ക്രോണോളജി ആയിട്ട് ഒന്നിനു ശേഷം ഇന്നത് സംഭവിച്ചു, അതിനുശേഷം ഇന്നത് സംഭവിച്ചു എന്നൊക്കെ അർത്ഥത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഒരുപാട് ഒപ്പീനിയൻസും ഒരുപാട് ഡിബേറ്റുകളും, ഇവര് എത്ര വർഷം ഈ ഗുഹയിൽ ഉറങ്ങി, ഇതൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഒരുപാട് ചർച്ചകളും കൺഫ്യൂഷനൊക്കെ കാണുന്നുണ്ട്. പക്ഷെ അള്ളാഹ്ക്ക് വേണമെങ്കിൽ ആ ക്രിസ്ത്യൻ ട്രഡീഷനെ കുറിച്ച് അറിയാവുന്ന, അന്ന് നിലവിലുള്ള ക്രിസ്ത്യൻ ട്രഡീഷനെ കുറിച്ച് മുൻനിർത്തിയിട്ടാണല്ലോ ഇവർ വന്നിട്ട് റസൂലിനോട് ചോദിക്കുന്നത്. ഈ അപ്രത്യക്ഷനായ യുവാക്കളെ കുറിച്ചാണ് ചോദിക്കുന്നത്. അവരെത്ര വർഷം ഉറങ്ങിയെന്ന് അങ്ങോട്ട് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ പോരെ, പച്ച അറബിയില് പിന്നെ അങ്ങോട്ട് അള്ളാഹുവിന് പറഞ്ഞാൽ പോരെ. പക്ഷെ അത് പറയാതെ എന്തുകൊണ്ടായിരിക്കും ഇത്രയും അവ്യക്തമായിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല അത് പറയാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് ഏതുപോലെ ചില ടീച്ചർമാര് ക്ലാസ് എടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഒറ്റയടിക്ക് പറയൂല. എന്തിനായിരിക്കും ആ പറയുന്നത്? ഒന്ന് അവര് ശരിക്ക് അപ്പ പറഞ്ഞത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് കുറെ പറയാതെ വിടും. ആ പറയാനുള്ള സമയമായിട്ടുണ്ടാവില്ല. ഓരോന്നിനും അതിൻ്റെതായ സമയമുണ്ടല്ലോ. ഇപ്പൊ ഡോക്ടർമാര് മരുന്ന് കൊടുക്കുന്നു, അപ്പൊ പറയാണ് ഒരു ആന്റിബയോട്ടിക് രാവിലെ 1, ഉച്ചയ്ക്ക് 1, വൈകുന്നേരം 1, എല്ലാം കൂടെ ഒറ്റയടിക്കാണ് രാവിലെ തന്നെ കഴിച്ചാൽ, അല്ലെങ്കിൽ 7 ദിവസത്തേക്കുള്ള ഒറ്റയടിക്ക് കഴിച്ചാലും രോഗം മാറൂലേ? നമുക്ക് ചോദിച്ചുകൂടെ അങ്ങനെ ഒറ്റയടിക്ക്? പക്ഷെ ആരും അങ്ങനെ ചോദിക്കൂല. എന്തുകൊണ്ടാ? ഒറ്റയടിക്ക് കഴിച്ചാല് വിവരം അറിയും. അതുപോലെ അപ്പൊ അള്ളാഹു സുബ്ഹാനഹു തആല അവന്റെ അപാരമായ കാരുണ്യത്താൽ നമ്മളെ, പ്രത്യേകിച്ച് ഖുർആൻ നമുക്ക് അവതരിപ്പിച്ചപ്പോ, ഇത്തരം സംഗതികളൊക്കെ വിട്ടിട്ട് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ എന്താണ് ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എന്ത് അറിയണം, ഇത് വളരെ വ്യക്തമായി പറഞ്ഞു. ഇപ്പൊ നോക്കൂ, ഈ 3 ആയത്ത്, ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച എടുത്ത ആയത്ത്, ഇത് അവൽ ഫിത്യത്തു ഇലൽ കഹഫ്. പിന്നെ ഈ ആയത്ത് ഫളറബ്ന അലാ ആദാനിഹിം ഫിൽ കഹ്ഫി സിനീന അദദ സുമ്മ ബഅസ്നാഹും ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അസ്സാലിമ ലമിസു അമദ. അതിന്റെ അർത്ഥം, പിന്നെ അവരെ എഴുന്നേൽപ്പിച്ചു. സുമ്മ ബഅസ്നാഹും ലിനഅലമ അയ്യുൽ ഹിസ്ബൈനി അസ്സാലിമ ലമിസു അമദ, അവരുടെ കൃത്യമായി എത്ര ഉറങ്ങി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവരെ എഴുന്നേൽപ്പിച്ചു എന്നാ പറയുന്നത്.
അതോടുകൂടി കഥ കഴിഞ്ഞു അല്ലെ. യുവാക്കള് പുറപ്പെട്ടു, ഗുഹയിൽ കയറി, പ്രാർത്ഥിച്ചു, അള്ളാഹു അവരെ ഉറക്കി എഴുന്നേൽപ്പിച്ചു, കഥ കഴിഞ്ഞു. ആ 3 ആയത്തിൽ ഈ കഥ പറഞ്ഞു കഴിഞ്ഞു അള്ളാഹു. പിന്നെ പക്ഷെ 26-ാമത്തെ ആയത്ത് വരെ ഈ കഥ തുടരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ 13, ഇന്നിപ്പോ 11 പഠിക്കണം. 12-ാമത്തെ ആയത്തോടു കൂടി 10, 11, 12 ഈ 3 ആയത്തിൽ ഈ കഥ ചുരുക്കി അള്ളാഹു ആദ്യം പറഞ്ഞു. അതിനു മുമ്പ് ഹസിബത്ത ഈ ഗുഹാവാസികളുടെ കഥ ഒരു അത്ഭുതമാണോ എന്ന് നമ്മളോട് ചോദിക്കുന്നുണ്ട്. അത് ചോദിച്ചതിന് ശേഷം ഈ കഥ പറഞ്ഞു അള്ളാഹു 3 ആയത്തില്. പിന്നെ ഇതിന് ശേഷം കുറച്ചുകൂടി വിശദീകരിച്ച് പിന്നെയും പറയുന്നുണ്ട്. ഇങ്ങനെ കഥ പറയുന്നത് ഖുർആൻ മാത്രമേ ഉള്ളൂ. മറ്റൊരു ബുക്കിലും മറ്റൊരു ഗ്രന്ഥത്തിലും ഇങ്ങനെ കഥ നമുക്ക് കേൾക്കാൻ പറ്റില്ല. കാരണം 23 വർഷം കൊണ്ട് അവതരിച്ചതാണല്ലോ ഖുർആൻ. 23 വർഷം കൊണ്ട് അവതരിച്ച 23 വർഷം കൊണ്ട് ഒരാൾ ഒരു പുസ്തകം എഴുതണമെങ്കിൽ എത്ര പേജ് ഉണ്ടാവും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ഷേക്സ്പിയറോ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് പാവ്ലോ കൊയ്ലോയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹാരി പോട്ടർ എഴുതിയ JK റൗളിംഗ്, ഇവരൊക്കെയാണ് കഥ എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ അരുന്ധതി റോയിയോ ഒക്കെയാണ് കഥയും നോവലൊക്കെ എഴുതണമെങ്കിൽ 23 വർഷം എടുത്താൽ എത്ര പേജ് ഉണ്ടാവും? ആയിരക്കണക്കിന് പേജ് എഴുതാം. ലോക സൃഷ്ടാവായ അള്ളാഹു എഴുതാനിരുന്നാൽ ഈ ഭൂലോകം നിറച്ച് പേജുകളുള്ള പുസ്തകം എഴുതാം. പക്ഷെ 23 വർഷം കൊണ്ട് 6236 ആയത്തുള്ള കേവലം 500 ചില്ലാൻ പേജുകളുള്ള ഒരു ഗ്രന്ഥം അള്ളാഹു അവതരിപ്പിച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട പല ഡീറ്റെയിൽസും അള്ളാഹു വിട്ടുകളഞ്ഞിരിക്കുന്നു. പ്രധാനപ്പെട്ടെന്ന് നമുക്ക് തോന്നുന്ന സംഗതി. നമുക്കാണ് ഇതൊക്കെ. എന്തുകൊണ്ട് അവരുടെ എണ്ണം പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് അവർ എത്ര ഉറങ്ങിയെന്ന് പറഞ്ഞുകൂടാ? എന്തുകൊണ്ട് അവരുടെ രാജ്യത്തിന്റെ പേര് പറഞ്ഞുകൂടാ? അവരുടെ പേര് എന്തുകൊണ്ട് അള്ളാഹ്ക്ക് പറഞ്ഞുകൂടാ? ഇതൊക്കെ നമുക്കാണ് ഇമ്പോർട്ടന്റ്. പക്ഷെ അള്ളാഹ് പറയാണ്, ഞാൻ നിങ്ങൾക്ക് തരുന്ന ആന്റിബയോട്ടിക് രാവിലെ ഒരെണ്ണം, ഉച്ചയ്ക്ക് ഒരെണ്ണം, വൈകുന്നേരം ഒരെണ്ണം, അങ്ങനെ കഴിക്കുന്നത് പോലെ കഴിക്കേണ്ട കഥകളാണിത്. അത്രയും തദബ്ബുർ ചെയ്യണം. നമുക്ക് എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്ന പാഠം, അതേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഖുർആന്റെ സ്റ്റോറി ടെല്ലിങ്ങിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതോടുകൂടി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതിൽ മാത്രമേ ഫോക്കസ് ചെയ്യുള്ളൂ. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മളിപ്പോ ക്രിസ്ത്യൻ ട്രഡീഷൻ നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് നമുക്കറിയാം ഇത് ഇന്നതൊക്കെയുടെ സംഭവം, ഇന്ന രാജാവാണോ എന്ന് ഭരിച്ചിരുന്നത് എന്നൊക്കെ നമുക്കറിയാം. എത്ര വർഷം ഉറങ്ങിയെന്നൊക്കെ പറഞ്ഞു. അവര് 7 പേരുണ്ടായിരുന്നു, 5 പേരുണ്ടായിരുന്നു, 3 പേരുണ്ടായിരുന്നു, 4-ാമത്തെ നായയാണ്, 5-ാമത്തെ നായയാണ് എന്നൊക്കെ ഇങ്ങനെ പല വർത്താനങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ അംബിഗ്വിറ്റിയിൽ നിർത്തിയിട്ട്, അവ്യക്തതയിൽ നിർത്തിയിട്ട് അള്ളാഹു പറയാൻ ശ്രമിക്കുന്നത് ഈ കഥയിലെ പാഠങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഓക്കെ, ഇനി ഏറ്റവും ഖുർആനിന്റെ ഏറ്റവും പ്രൊഫൗണ്ട് ആയിട്ടുള്ള ഒരു വിസ്ഡം അതാണ്. അള്ളാഹു എന്ന് പറയുന്ന ടീച്ചർ, അള്ളാഹു എന്ന് പറയുന്ന അധ്യാപകൻ നമ്മളെ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന ഈ ഇൻഫർമേഷൻ അത് മാത്രം മതി, ഇത്തരം പാഠങ്ങൾ നിങ്ങൾക്കുള്ളവൻ അത് മാത്രം മതിയാകും. നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്ന ഒരു ഗ്രന്ഥമല്ല ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആൻ യഹ്ദി ബിഹി കസീറൻ വയുദില്ലു ബിഹി കസീറൻ. ഇതുകൊണ്ട് സന്മാർഗം തേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സന്മാർഗം തേടും, അല്ലാത്തവര് വഴികേടിലായി പോവുകയും ചെയ്യും. ഇത് തന്നെ മതി ഒരാൾക്ക് വഴികേടിലാവാൻ. ഇത്രയൊന്നും പറയാത്ത എന്തിനാ എത്ര അധികം പിടിച്ചു വെക്കണ സംശയങ്ങൾ? അത് ചോദിക്കാം കേട്ടാ. ഇനി ഖുർആൻ ഇസ് എ ബുക്ക് ഓഫ് ടീച്ചിങ്. ഒരു അധ്യാപനത്തിന്റെ പുസ്തകമാണ് ഖുർആൻ. ഇറ്റ്സ് നോട്ട് എ ബുക്ക് ഓഫ് ഇൻഫർമേഷൻ. അതൊരു ഇൻഫർമേഷന്റെ പുസ്തകമല്ല. നമുക്ക് ഇൻഫർമേഷൻ ആണ് വേണ്ടെങ്കിൽ അത് ഖുർആനിൽ നോക്കിയിട്ട് കാര്യമില്ല. ഖുർആനിൽ നമ്മൾ ടീച്ചിങ് ആണ് നോക്കേണ്ടത്. അതിൽ ചില മുത്തശാബിഹാത്തൊക്കെ ഉണ്ടാവും, മുഹക്കമാത്തുണ്ട്, മുത്തശാബിഹാത്തുണ്ട്. നമുക്ക് ഏതാണോ പിന്തുടരേണ്ടത് അത് അള്ളാഹു അവ്യക്തമാക്കി കഥ വിട്ടിട്ടില്ല. മറിച്ച് വളരെ വ്യക്തമായി തന്നെ നമ്മൾ പിന്തുടരേണ്ട സംഗതികൾ വളരെ വ്യക്തമായി തന്നെ അള്ളാഹു പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടാ. ഇനി ഫിൽ കഹഫ് എന്നുള്ളത് മുഖദ്ദിമായിട്ട് പറഞ്ഞു അല്ലെ. ശരിക്കും പറയേണ്ടിയിരുന്നത് എങ്ങനെയാ? ഫളറബ്ന അലാ ആദാനിഹിം സിനീന അദദൻ ഫിൽ കഹഫ് എന്നാ പറയേണ്ടിരുന്നത്. ഈ ഫിൽ കഹഫ് എന്തുകൊണ്ട് മുഖദ്ദിമായിട്ട് പറഞ്ഞു, അത് മുൻഗണന കൊടുത്തു പറഞ്ഞു? അതിനെക്കുറിച്ച് പറഞ്ഞത് ആ ഗുഹയുടെ അകത്ത് അവർക്കൊരു പ്രത്യേകമായ അവസ്ഥ അള്ളാഹു ഉണ്ടാക്കി കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അതിനെ മുമ്പോട്ട് എടുത്തു പറഞ്ഞത് എന്നുള്ളതാണ്. അതായത് അവിടെയാണ് ആ ഒരു കുഞ്ഞുങ്ങളെ പോലെ, ചെറിയ പിഞ്ചു പൈതങ്ങളെ പോലെ അവർ ഉറങ്ങി ആ ഗുഹയുടെ അകത്ത് എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല ആ പ്രയോഗം അങ്ങനെ നടത്തിയത്. അതിന്റെ ഉദ്ദേശം അതാണ് എന്നുള്ളതാണ്. ഇനി
അതുപോലെ തന്നെ ഈ സിനീന ആദതൻ എന്നുള്ളതില് സിനീന് ആമ്, വർഷത്തിന് അറബിയിൽ രണ്ട് വാക്ക് പറയും, സനത്തിനും പറയും ആമിനും പറയും. സന എന്ന് പറഞ്ഞാലും വർഷമാണ്, ആമെന്ന് പറഞ്ഞാലും വർഷമാണ്. സിനീന എന്നിവിടെ പ്രയോഗിക്കുമ്പോൾ അതിൽ രണ്ട് ഇൻട്രസ്റ്റിംഗ് മീനിങ് ഉണ്ടെന്നുള്ളതാണ് പിന്നെ പണ്ഡിതന്മാർ പറയുന്നത്. അതിൽ എന്താന്ന് വെച്ചാല് ഒരു സന എന്ന് സാധാരണഗതിയിൽ ഖുർആൻ എവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടോ അതൊക്കെ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനെ കുറിക്കാനാണ്. ഇപ്പൊ ഉദാഹരണത്തിന് യൂസുഫ് നബിയുടെ കാലത്ത് 7 വർഷം ക്ഷാമുണ്ടാവും എന്ന് പറഞ്ഞപ്പോ സെബുൻ ഷിദാദ്, അവിടെ സെബുൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിന് ശേഷം സെബു സനവാത്ത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സെബ പറഞ്ഞത്. ആമാണെങ്കിൽ സെബഅത്താണ് പറയാ. അപ്പോ സെബുൻ ഷിദാദ് കഠിനമായ 7 വർഷം. പക്ഷെ വയതീമിൻ ബഅദിഹി ആമുൻ, അതിനുശേഷം 1 വർഷം വരും, ഫീഹി യുഗാസുന്നാസ്, അവിടെ ജനങ്ങൾക്ക് എന്ത് ഉണ്ടാവും? മഴ ലഭിക്കും. ഫീഹി യഅ്സിറൂൻ, ആ മഴയുടെ കാലത്ത് അവരെന്ത് ചെയ്യും? ധാരാളമായിട്ട് കൊയ്തെടുക്കും. ആ കൊയ്തെടുത്ത ഫലങ്ങൾ അവർ ജ്യൂസായിട്ട് അതിന്റെ ഫലം ഭക്ഷിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പോ സന എന്ന് ഖുർആൻ എവിടെയൊക്കെ പ്രയോഗിച്ചിട്ടുണ്ടോ മിക്കവാറും അതിന്റെ ഉദ്ദേശം എന്താണ്? ഒരു കഠിനമായ വർഷത്തെക്കുറിച്ചാണ്. ആമെന്ന് ഉദ്ദേശിക്കുമ്പോൾ അതൊരു ഈസായിട്ടുള്ള പ്രയാസമില്ലാത്ത ഒരു വർഷത്തെ കുറിക്കാനാണ്. മറ്റൊരു വിശദീകരണം സന എന്നുള്ളത് ഒരുപാട് വർഷങ്ങളെ കുറിച്ച് പറയാനാണ്. പക്ഷെ ആമെന്ന് പറയുമ്പോൾ എക്സാക്ട്ലി 12 മാസം. ഇപ്പൊ ഉദാഹരണത്തിന് നൂഹ് നബീനെ കുറിച്ച് എങ്ങനെ ഇങ്ങോട്ടാണ് എങ്ങനെ ദുഃഖവർഷം ആമുൽ ഹുസൻ, അത് 12 മാസം കൃത്യമാണത്. അതുപോലെ ഇപ്പൊ ഉദാഹരണത്തിന് ഈ മുലകുടിക്കേണ്ട പ്രായം ഫിസാലുഹു ഫി ആമേ, അപ്പൊ 2 വർഷം 24 മാസം, അതിൽ ഒരു ദിവസം പോലും കൂടേണ്ട ആവശ്യമില്ല. അപ്പൊ നിർത്തിക്കൊള്ളണം, മുലകുടി നിർത്തിക്കൊള്ളണം. പക്ഷേ ഇപ്പൊ നൂഹ് നബി ജീവിച്ച കാലം എങ്ങനെയൊക്കെ പറഞ്ഞ ഹംസീന അൽഫ സനത്തിൻ ഇല്ലാ ഹംസീന ആമൻ എന്നാ പറയണ. അതായത് 950 വർഷം അദ്ദേഹം ജീവിച്ചു. പക്ഷെ ആ 950 വർഷമാണ് ഏറ്റവും പ്രയാസകരമായ വർഷം. ഇല്ലാ ഹംസീന ആമൻ, അതിൽ ഒരു വിശദീകരണം പറയുന്നത് ആ ഹംസീന ആമ് അദ്ദേഹത്തിന് പ്രവാചകത്വം കിട്ടുന്നതിന് മുമ്പുള്ള 50 വർഷമാണെന്നാണ് പറയുന്നത്. ആ 50 വർഷം അദ്ദേഹം സ്വസ്ഥമായിരുന്നു, അദ്ദേഹത്തിന് എതിർപ്പൊന്നും ഉണ്ടായില്ല, സമാധാനമായിരുന്നു. പക്ഷെ പ്രവാചകത്വം കിട്ടിയ അന്ന് മുതൽ പിന്നെ 950 വർഷം അതികഠിനമായ വർഷങ്ങളായിരുന്നു. മനസ്സിലായോ? അപ്പോ ഒരുപാട് വർഷത്തെ കുറിക്കാനും പ്രയാസങ്ങളുള്ളതിനെ കുറിക്കാനും സന എന്നും, ആം എന്ന് പറയുന്നത് കൃത്യമായി എണ്ണിക്കണക്കാക്കാൻ പറ്റുന്ന പിന്നെ പ്രയാസമില്ലാത്ത ഒരവസ്ഥയെ കുറിക്കാനുമാണ് പറഞ്ഞത് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ ഗുഹാവാസികള് അവർ ഒരുപാട് വർഷം ഈ ഗുഹയിൽ താമസിച്ചു. അതായത് അത് തന്നെ മതി നമുക്ക് മോചിതത്തായിട്ട്. ഇപ്പോ 300 വർഷമാണ് അവർ താമസിച്ചത് എന്നറിയുന്നതിൽ പ്രത്യേകമായിട്ട് ഒരു മോചിതത്വം ഇല്ല. ഉണ്ടോ? 200 വർഷമായാലും മോചിതത്താണ്, 100 വർഷമായാലും മോചിതത്താണ്. 50 വർഷം ഒരാൾ ഉറങ്ങി, 1 വർഷം ഒരാൾ ഉറങ്ങി എന്ന് പറയുന്നത് തന്നെ മോചിതത്തല്ലേ? അല്ലേ? ആണോ? അല്ലേ? ഒരു മാസം ഉറങ്ങി എന്ന് പറഞ്ഞാൽ തന്നെ മോചിതത്തല്ലേ? അതാണ് അള്ളാഹു, അതാ ഞാൻ പറഞ്ഞ നമുക്ക് മനസ്സിലാകുന്ന, നാം എന്താണോ മനസ്സിലാക്കാൻ ആഗ്രഹിക്കേണ്ടത് അത് മാത്രമേ അള്ളാഹു പറയുള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് നത്തിങ് മോർ നത്തിങ് ലെസ്. ഇത് ഒരുപാട് അറിയുന്നതിൽ, കൃത്യമായിട്ട് അറിയുന്നതിൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു പുണ്യമോ പാഠമോ ഇല്ല. മറിച്ച് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു ലെസൺ മാത്രം നമുക്ക് കിട്ടിയാൽ മതി എന്നുള്ളതാണ്. അപ്പൊ ആ മോചിതത്ത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി എന്നർത്ഥം, കേട്ടാ. ഇനി വേറൊരു സംഗതി, ഇവര് സിനീന ആദതൻ, ഇവർ ഇത്രയും വർഷം ഉറങ്ങി. അവർ ഉറങ്ങിയ വർഷങ്ങൾ വളരെ ഡിഫിക്കൽട്ട് ആയിരുന്നു. എന്ന് പറഞ്ഞാൽ ആ രാജാവ് ഈ ഈസാ നബിയിലും അള്ളാഹുവിലും വിശ്വസിച്ചവരെ ഒക്കെ തെരഞ്ഞു പിടിച്ച് മർദ്ദിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ 300 വർഷം അവർ ഉറങ്ങിയത്, അല്ലെങ്കിൽ എത്രയാണോ അവർ ഉറങ്ങിയത്, 300 നമ്മൾ ഈ പറയുന്ന ഖുർആൻ തന്നെ സൂചിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, അത് മറ്റുള്ളവർ പറയുന്നതായിട്ടാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അള്ളാഹു അതിനൊരു അണ്ടർലൈൻ കൊടുത്തിട്ടില്ല. അത്രയും വർഷം അവർ ഉറങ്ങിയ ആ കാലഘട്ടം മുഴുവൻ രാജാവിന്റെ അതിക്രൂരമായ മർദ്ദനങ്ങളും പീഡനങ്ങളും നടന്ന ഒരു കാലഘട്ടമായിരുന്നു എന്നതാണ് അതിന്റെ ഏറ്റവും, ആ സിനീന എന്ന പദം അള്ളാഹു പ്രയോഗിക്കാനുണ്ടായ അടിസ്ഥാനപരമായ ഒരു കാരണം അതാണ് എന്നർത്ഥം. അപ്പോ സന എന്ന് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളൊരു ക്വാണ്ടിറ്റി എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിന്റെ സ്പെസിഫിക് നമ്പറിനെ കുറിച്ച്
നമ്മൾ ആലോചിക്കേണ്ടില്ല. അതുകൊണ്ടാണ് അതദൻ, സം നമ്പർ, അനേക വർഷങ്ങൾ എന്ന് മനസ്സിലാക്കിയാൽ മതി എന്നർത്ഥം. ഓക്കെ, അപ്പോ ഇവിടെ ഇത്രയും പറഞ്ഞതിന്റെ ചുരുക്കം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ 3 വാചകങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു തആല ഒരു കഥ പറയുന്നു. 3 വാചകങ്ങളിൽ അവർ ഗുഹയിൽ പ്രവേശിച്ചു, അള്ളാഹുവിനോട് കാരുണ്യത്തെക്കുറിച്ച് ചോദിച്ചു, ആ കാരുണ്യം അള്ളാഹു കൊടുത്തു. എങ്ങനെയാണ് അള്ളാഹു കാരുണ്യം കൊടുത്തത്? അള്ളാഹുവിന്റെ കാരുണ്യം വരുന്ന വഴി ഇങ്ങനെയാണ്, ഉറക്കത്തിന്റെ രൂപത്തില്. അവര് ഗുഹയിലേക്ക് പ്രവേശിച്ചത് എങ്ങനെയാണെന്നോ, ആ ഗുഹ എങ്ങനെ കണ്ടെത്തിയെന്നോ, അവിടെ അവരെന്തൊക്കെ സൗകര്യം ചെയ്തെന്നോ ഇതൊക്കെ വിട്ടുകളഞ്ഞു. അവർ ഗുഹയിലെത്തി, പ്രാർത്ഥിച്ചു, അള്ളാഹു അവരെ ഉറക്കി. മൂന്നാമത് അവര് എഴുന്നേറ്റു. ഈ അവർ ഗുഹയിൽ പോയതും അവിടെ ഉറങ്ങിയതും അതിനുശേഷം അവര് എഴുന്നേറ്റതും ഒക്കെ എന്താണ്, കഥയുടെ 3 ഭാഗങ്ങൾ കഴിഞ്ഞു. ഇനി 26-ാമത്തെ ആയത്ത് വരെ ഇതിൽ നിന്നുള്ള പാഠങ്ങളാണ് അള്ളാഹു നൽകുന്നത്. ഇനി തൊട്ടടുത്ത ആയത്തില് സുമ്മ ബഅസ്നാഹും എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനുശേഷമുള്ള ആയത്തുകൾ വീണ്ടും അത് അള്ളാഹു ആവർത്തിക്കണം. നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ് ഇന്നഹും ഫിത്യത്തുൻ ആമനൂ ബിറബ്ബിഹിം. പിന്നെ അവരുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ അള്ളാഹു വിശദീകരിച്ചു തരണം. അപ്പൊ ഇതാണ് ഖുർആന്റെ ഒരു സ്റ്റോറി ടെല്ലിങ്ങിന്റെ സ്റ്റൈല്. ഈ സ്റ്റൈല് മനസ്സിലാക്കിയിട്ട് വല്ലാതെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ അകത്ത് വല്ലാതെ കെട്ടിക്കുടുങ്ങാതെ അതിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടുന്ന പാഠങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാനും അത് മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്തി മുന്നോട്ട് പോകാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന സുപ്രധാനമായ പാഠമാണ് അള്ളാഹു ഈ കഥ പറയുന്ന സ്റ്റൈലിലൂടെ നമുക്ക് നൽകുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഇന്ന് അവസാനിപ്പിക്കാം. ഈ അടുത്ത ആഴ്ച നമ്മൾ തുടങ്ങിയാൽ കുറച്ചധികം സമയം വേണ്ടി വരും. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ഈ ക്ലാസിന്റെ തുടക്കത്തില് ഈ അവരുടെ പ്രാർത്ഥനക്കുള്ള ഉത്തരം എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതിനെ പറ്റി പറയാന്ന് പറഞ്ഞിട്ട് പിന്നെ പറഞ്ഞിട്ടില്ലായിരുന്നു. അതെ ഓക്കെ, അത് വിട്ടുപോയതാണ്. അതായത് അള്ളാഹു പ്രാർത്ഥനയ്ക്ക് എങ്ങനെയാണ് ഉത്തരം നൽകുക? ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ വിചാരിക്കാത്തൊരു വഴിയിലൂടെയാണ് അള്ളാഹു ഉത്തരം നൽകുക. അതായത് ഇവരിപ്പോ ഉറങ്ങുക എന്ന് പറയുന്നത്, ഉദ്ദേശിച്ചിട്ട് എന്താ, ഇവര് ഈ ഗുഹയിൽ പ്രവേശിക്കുമ്പോ ഇവർ അള്ളാഹുവിനോട് ചോദിച്ചത് എന്താ? കാരുണ്യം മാത്രം നമുക്ക് ലഭിക്കണം എന്ന് മാത്രമല്ല, നിന്റെ ഭാഗത്തുള്ള കാരുണ്യവും ഞങ്ങൾ ഇപ്പൊ അകപ്പെട്ടിട്ടുള്ള ഈ പ്രശ്നത്തിൽ നിന്നുള്ള ഒരു മോചനവും നീ ഞങ്ങൾക്ക് നൽകണം എന്നതാണ്. സ്വാഭാവികമായിട്ടും അവര് പ്രതീക്ഷിച്ചിട്ടുണ്ടാകുക, ഒന്നുകിൽ ആ രാജാവിന്റെ ശക്തി എടുത്തു കളയാം, അതായിരിക്കുമല്ലോ. കാരണം നമ്മളൊരു മനുഷ്യൻ എന്നുള്ള നിലക്ക് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളെ കാണുമ്പോൾ അതിന്റെ ഏറ്റവും വലിയ പരിഹാരം എന്താ? അവരെ ഉപദ്രവിക്കാൻ വരുന്ന രാജാവിന്റെ ശക്തി എടുത്തു കളയാം, അയാളെ നശിപ്പിച്ചു കളയാം. അങ്ങനെയാണല്ലോ പ്രവാചകന്മാരൊക്കെ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുള്ളത്. ഫലസ്തീനിൽ നമ്മൾ കാണുമ്പോ ഇങ്ങനെയല്ല നമ്മൾ വിചാരിക്കുന്നത്, എന്തെങ്കിലും അതിലേക്കാണ് ഞാൻ വരുന്നത്. അതായത് അങ്ങനെ ആ രാജാവിനെ നശിപ്പിക്കുക, അല്ലെങ്കിൽ ആ രാജാവ് വിശ്വസിക്കുക, രണ്ടിലൊന്നാണ് സംഭവിക്കേണ്ടത് അല്ലെ? ഒന്നുകിൽ ആ രാജാവ് അയാൾ നശിച്ചു പോവുക, അല്ലെങ്കിൽ ആ രാജാവ് എന്താകുക, ഇവരുടെ വിശ്വാസത്തിലേക്ക് വരിക. അതോടുകൂടി പ്രശ്നം തീർന്നു. നമ്മളും ഈ ലോകത്ത് ജീവിക്കുമ്പോ നമ്മളുടെ പ്രശ്നം എന്താ? നെതന്യാഹു എങ്ങനെയെങ്കിലും നശിച്ചു കിട്ടിയിരുന്നെങ്കിൽ, ട്രംപ് എങ്ങനെയെങ്കിലും അയാളുടെ കഥ കഴിഞ്ഞിരുന്നെങ്കിൽ, മോഡി എന്തെങ്കിലും ആയിപ്പോയിരുന്നെങ്കിൽ, ഇന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുക. പക്ഷെ അള്ളാഹ് എങ്ങനെ ഉത്തരം നൽകുക? ചിലപ്പോ ഇതുപോലെ ഉറക്കിയിട്ടാകും, ചിലപ്പോ ചിലരെ മരിപ്പിച്ചിട്ടാകും, ചിലർക്ക് ഷഹാദത്ത് കൊടുത്തിട്ടുണ്ടാകും. 69,000 പേര് രക്തസാക്ഷിയായി എന്ന് കേൾക്കുമ്പോ നമുക്ക് വല്ലാത്തൊരു ഞെട്ടലാണ്. അതുണ്ടാവണം, വേദന ഉണ്ടാവണം. പക്ഷെ ആ 69,000 പേരുടെ രക്തസാക്ഷിത്വം അള്ളാഹു ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാഠമാക്കി വച്ചിരിക്കുന്നു. ഇന്നിപ്പോ എന്താ സംഭവം? ഇന്നിപ്പോ നമ്മൾ നോക്കൂ, ലോകത്ത് സംഭവിക്കുന്ന എന്താ? ഈ വെള്ള വർണ്ണ ഡമ്പൊക്കെ കളിച്ചിരുന്ന പല ആളുകളും, റേസിസ്റ്റ് ആയിരുന്ന പല ആളുകളും, ഇസ്ലാമോഫോബ് ആയിരുന്ന പല ആളുകളും, ഒരുപാട് പേര് മാറി മാറി വരുന്നു. BDS എന്ന് പറയുന്ന മൂവ്മെന്റ്, ബോയ്ക്കോട്ട്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, പിന്നെ സാങ്ഷൻസ് എന്ന് പറയുന്ന മൂവ്മെന്റ് വളരെ ശക്തി ആർജിക്കുന്നു. ഫലസ്തീനികൾക്ക് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് കൂടുതലായിട്ട് ഉണ്ടായി വരുന്നു. ഇതെല്ലാം അന്തിമമായിട്ട് ഒരു കാര്യത്തിലേക്ക് നയിക്കും. അതാണ് ഇന്നല്ലാഹ ലത്തീഫുൻ ലിമാ യശാ. നമ്മൾ സൂറത്ത് യൂസുഫ് പഠിച്ചപ്പോൾ പറഞ്ഞല്ലോ, അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നത് ലത്തീഫായിട്ടാണ് പ്ലാൻ ചെയ്യുക, വളരെ ഡിസ്ക്രീറ്റ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുക. അവൻ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന രീതി, അവൻ നമ്മളെ സഹായിക്കുന്ന രീതി,
അവൻ നമ്മളെ ചേർത്ത് പിടിക്കുന്ന രീതി വ്യത്യസ്തമാണ്. ഒരു പക്ഷേ നമുക്കത് മനസ്സിലാവില്ല. നമ്മൾ ഒരാൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താ? അയാളുടെ ജീവൻ പോവാന്നുള്ളതാണ്, അല്ലെ? ഒരാൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും വലിയ വിപത്ത് ജീവൻ പോവാന്നുള്ളതാണ്. ആ ജീവൻ പോകുന്നത് പോലും അള്ളാഹുവിന്റെ മാർഗത്തിലാണെങ്കിൽ ആ രക്തസാക്ഷിത്വം പോലും എന്തല്ല, ജീവൻ അത് പോകുന്നത് വിപത്താണോ? അല്ല, വിപത്തായിട്ട് ജീവൻ നമ്മൾ പോ മനസ്സിലാക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ ആണോ? ഇപ്പൊ ഈ 69,000 പേര് മരിച്ചു എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ എന്താ ഉള്ളത്? ഇസ്രായേൽ വിജയിച്ചു നിൽക്കുന്നു, അങ്ങനെയാണല്ലോ. ജനോസൈഡിൽ അവർ വിജയിച്ചു നിൽക്കുന്നു. ഞാൻ എക്സാമ്പിൾ പറയാട്ടോ, ഈ വിഷയത്തിലുള്ള ഒരു ഓക്കെ. എക്സാമ്പിൾ പറയണം. അതുപോലെ നമുക്കിപ്പോ ഏറ്റവും നല്ല, ഏറ്റവും വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക് കടുത്ത പരീക്ഷണങ്ങൾ വരും. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ ആമുൽ ഹുസ്ന്. ആമുൽ ഹുസ്ൻ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ വർഷം, ഏറ്റവും പ്രിയപ്പെട്ട 2 ആളുകൾ മരണപ്പെട്ട ദുഃഖം എന്ന് വർഷം. പറയാം, ബട്ട് വിപത്തല്ലല്ലോ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് വിപത്തെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ നമ്മൾ അതിനെ വിലയിരുത്തുമ്പോൾ ഓക്കെ ലോകം അതിനെ വിലയിരുത്തും. നമ്മളെന്ന് വെക്കണ്ട, സാമാന്യമായിട്ട് ആളുകൾ അതിനെ വിലയിരുത്തുന്നത് അങ്ങനെയല്ലേ? അതെ അതെ. അതാ പറഞ്ഞത്. ഇപ്പൊ നോക്കൂ, ആമുൽ ഹുസ്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 3 വർഷം, അള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ 3 വർഷം മരണം പച്ചില തിന്ന്, ഫെയിലിയർ അല്ല. പച്ചില Death തിന്ന് is not a failure. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അള്ളാഹുന്റെ റസൂല് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുമല്ലോ, അള്ളാഹു നീ എനിക്ക് സഹായം തരണം. പക്ഷെ ആ സഹായം അള്ളാഹു കൊടുത്ത എങ്ങനെയാ? ഷഹബ് അബി താലിബില് 3 വർഷം ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, കഷ്ടപ്പെട്ട്, ഒരു കച്ചവടം നടത്താൻ പറ്റാതെ, വിവാഹ ആലോചനകൾ നടത്താൻ പറ്റാതെ, സമൂലമായി ബഹിഷ്കരിക്കപ്പെട്ട് ജീവിക്കുക. ആ ബഹിഷ്കരണത്തിന് ശേഷം 2 പേര് മരണപ്പെടുക. ഖദീജ റളിയല്ലാഹു അൻഹ, ഏറ്റവും പ്രവാചകന് സഹായമായിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ. അബൂ താലിബ്, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംരക്ഷകനായിരുന്ന അബൂ താലിബ് മരണപ്പെടുക. ഒരാള്, അയാൾക്ക് നിരാശപ്പെടാൻ അത് മാത്രം മതിയല്ലോ, അത് മാത്രം മതി. പക്ഷെ അതിനുശേഷം സംഭവിക്കുന്നത് എന്താ? അതിനുശേഷം ഉമർ റളിയല്ലാഹു അൻഹു അതുപോലുള്ള മറ്റ് പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നു. അവർക്ക് മദീനയിലേക്ക് പോകാൻ പറ്റുന്നു. ആ മദീനയിൽ സംരക്ഷണം ലഭിക്കുന്നു. അതിനുശേഷം ബദർ യുദ്ധം വരുന്നു, ബദർ യുദ്ധത്തിൽ വിജയിക്കുന്നു. ഉഹദ് വരുന്നു, ഉഹദിന് ശേഷം ഖാലിദ് ബിൻ വലീദിനെ പോലുള്ള, അമ്ർ ബിൻ ആസിനെ പോലുള്ള ആളുകളൊക്കെ ഇസ്ലാം സ്വീകരിക്കുന്നു. അപ്പൊ ഇങ്ങനെയാണ് അള്ളാന്റെ സഹായം വരിക. നമ്മൾ വിചാരിക്കുന്ന രൂപത്തിൽ സഹായം എത്തിക്കൊള്ളണം എന്നില്ല. ഇപ്പൊ യാക്കൂബ് നബിനെ കുറിച്ച് ആലോചിച്ച് നോക്കും. 40 വർഷം അദ്ദേഹം പ്രാർത്ഥിച്ചല്ലോ, 40 വർഷം അദ്ദേഹം പ്രാർത്ഥിച്ചു. അയ്യൂബ് നബി 18 വർഷം പ്രാർത്ഥിച്ചു. നൂഹ് നബിയോ 950 വർഷം പ്രാർത്ഥിച്ചു. അപ്പൊ ഈ ഗുഹാവാസികൾക്ക് തൊട്ടുടനെ ഉത്തരം നൽകി, ഫറബ്നാലാദാനിഹിം. പക്ഷെ ഒരുപാട് വൈകി ഉത്തരം നൽകിയ സന്ദർഭങ്ങളുണ്ട്. പറഞ്ഞു വരുന്നത് ഇതാണ്, പ്രാർത്ഥനയുടെ ഫലത്തെ നമ്മൾ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് തെറ്റുപറ്റാൻ പാടില്ല. നമ്മൾ എത്ര പ്രാർത്ഥിച്ചു, എത്ര കുനൂത്ത് നടത്തണു, നമ്മൾ എല്ലാ റമദാനും നമ്മൾ കുനൂത്ത് നടത്തുന്നു. ഇസ്രായേലിനെ നശിപ്പിക്കണേ, പലസ്തീനികളെ സഹായിക്കണേ, അൽ-അഖ്സ മോചിപ്പിക്കണേ. പക്ഷെ നമ്മൾ അതിന് അള്ളാഹു പ്രാപ്തമാക്കുന്ന പല ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകേണ്ടി വരിക. ആ ഘട്ടങ്ങളെ മനസ്സിലാക്കുന്നിടത്ത് നമുക്ക് പിഴവ് സംഭവിക്കരുത് എന്നതാണ് ഗുഹാവാസികളുടെ പ്രാർത്ഥന നമ്മളെ പഠിപ്പിക്കുന്നത്. ചിലപ്പോ അള്ളാഹു പെട്ടെന്ന് ഉത്തരം നൽകിയ ഒരു പ്രവാചകനാണ് സുലൈമാൻ നബി അലൈഹി സ്വലാം. സുലൈമാൻ നബി എന്താ പ്രാർത്ഥിച്ച? അല്ലാഹുമ്മ ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിനൽ ആലമീൻ. അല്ല, അല്ലാഹുമ്മ ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി. എനിക്ക് ശേഷം, അത് ജാസിലാണ് പറഞ്ഞത്, ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം മറ്റാർക്കും കിട്ടാത്ത, അനുയോജ്യമല്ലാത്ത ഒരു മുൽക്ക് എനിക്ക് നൽകണം. പെട്ടെന്ന് ഉത്തരം കൊടുത്തു അള്ളാഹു. കാറ്റ്, മലക്കുകള്, പിന്നെ മറ്റേ പക്ഷികള്, മൃഗങ്ങള് ഒക്കെ എല്ലാറ്റിനെയും അള്ളാഹു എന്ത് ചെയ്തു? അദ്ദേഹത്തിന് കീഴ്പ്പെടുത്തി കൊടുത്തു. പക്ഷെ 950 വർഷമായിട്ട് സ്വന്തം മകനെ പോലും വിശ്വാസിയാക്കാൻ ആർക്ക് പറ്റിയില്ല? നൂഹ് നബിക്ക് പറ്റിയില്ല. സോ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടാതെ നമ്മൾ പ്രാർത്ഥനയെ നിർത്തി പായും മടക്കി പോകരുത്. ചിലപ്പോ ഒരു ഉറക്കം പോലും പ്രാർത്ഥനയുടെ ഉത്തരവായിരിക്കാം. അതാണ് അതിന്റെ ഉദ്ദേശം. ക്ലിയർ ആണോ?
യെസ്. ക്ലിയർ. ഓക്കെ, എനിത്തിങ് എൽസ്? ഈ സെനാന്ന് പേരിടുന്നുണ്ടല്ലോ, അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അത് ഈ സന അല്ല, അത് അറബി സനത്തുൻ എന്നതാണ് വർഷം. മറ്റത് സന. സന സെന. നൂന് കഴിഞ്ഞിട്ട് അലിഫ്, അതിന്റെ അർത്ഥം പ്രകാശം എന്നാണ്. യക്കാദു സനാ ബർഖിഹി, ഈ ഇടിമിന്നലിന്റെ പ്രകാശത്തെ കുറിച്ച് പറയുമ്പോൾ അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്. അത് പേര് വരുന്നത് ആ സനയാണ് കേട്ടാ. സന, സന എന്നുള്ള നൂനിന് ശേഷം അലിഫാണത്, മദ്ദിന്റെ അലിഫ്. ഈ സന സനത്തുൻ എന്നതാണ്. ഹംസ ഉണ്ടോ ലാസ്റ്റ്? സെന. സന ഹംസ ഇല്ല, വെറും സന എന്നേ ഉള്ളൂ, അലിഫേ ഉള്ളൂ. സമാ പോലെ ഹംസ ഇല്ല. സന യക്കാദു സന ബർഖിഹി യഖ്തഫു എന്നിട്ട് അങ്ങനെ ഒരു ആയത്തുണ്ട് ഖുറാനില്, ഈ ഇടിമിന്നലിന്റെ പ്രകാശം എന്ന അർത്ഥത്തില്. എനിത്തിങ് എൽസ്? ഈ അള്ളാഹു പറഞ്ഞിട്ടില്ലേ ഈ ഇസ്രായേലിനെ ഈ മസ്ജിദുൽ അക്സ പ്രൊട്ടക്ട് ചെയ്യുന്ന, പക്ഷെ ഈ മസ്ജിദുൽ അക്സന്റെ പകുതിയോളം ഡിസ്ട്രോയ് ആയിട്ടില്ലേ? എങ്ങനെയാണ് അള്ളാഹു പറഞ്ഞേക്കണേ? എന്താണ് മസ്ജിദുൽ അക്സ പ്രൊട്ടക്ട് ചെയ്യുന്ന, ബട്ട് പകുതിയോളം ഡിസ്ട്രോയ് ആയില്ലേ? അള്ളാഹു പറഞ്ഞിട്ടുള്ളത് പ്രൊട്ടക്ട് ചെയ്യുന്നല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് അതിലുള്ള. ഖുർആനില് അങ്ങനെ മസ്ജിദുൽ അക്സയെ നാം സംരക്ഷിക്കും എന്ന അർത്ഥത്തിൽ പറഞ്ഞിട്ടില്ല. അങ്ങനെ അള്ളാഹു സംരക്ഷിക്കുന്നു പറഞ്ഞ ഒരേ ഒരു സംഗതി ഖുർആനിലുള്ളൂ. അതെന്തെന്നാ? ഞാൻ സംരക്ഷിച്ചോളാം എന്ന് അള്ളാഹു പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. അതെന്തെന്നാ? ഖുർആൻ. അതുകൊണ്ട് ആർക്കും കൈകടത്താൻ പറ്റില്ല. ഖുർആനിൽ ഒരു കൃത്രിമത്തോ ഒരു ഫേക്കോ ഫാബ്രിക്കേഷനോ ഒന്നും പറ്റൂല. അത് കൃത്യമായിട്ട് അത് അള്ളാഹ് പറഞ്ഞതാണ്. ബാക്കിയൊക്കെ ഇപ്പൊ മസ്ജിദുൽ അക്സ മോചിപ്പിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് രക്ഷപ്പെടുത്തും, അന്ത്യനാള് സംഭവിക്കുകയില്ല, മസ്ജിദുൽ അക്സയുടെ പരിസരത്തുള്ള ആളുകൾ ജൂതന്മാരെ പരാജയപ്പെടുത്താതെ അന്ത്യനാള് സംഭവിക്കില്ല എന്നേ പറഞ്ഞിട്ടുള്ളൂ. മസ്ജിദുൽ അക്സ നശിക്കില്ല എന്ന് പ്രവാചകൻ പോലും പറഞ്ഞിട്ടില്ല. അതൊരു പക്ഷെ നശിച്ചേക്കാം. ഈവൻ കഅബ വരെ ഒരു ഘട്ടത്തിൽ വെള്ളപ്പൊക്കം കയറിയിട്ട് നശിച്ചിട്ടുണ്ടല്ലോ. പിന്നീട് എന്താ ചെയ്ത? ആ കഅബ വീണ്ടും റീകൺസ്ട്രക്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോ മസ്ജിദുൽ അക്സ ഒരു പക്ഷെ ജൂതന്മാരെ നശിപ്പിച്ചേക്കാം, പൂർണ്ണമായിട്ട് നശിപ്പിച്ചേക്കാം. അതിന്റെ അടിയിൽ ഇപ്പൊ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം കുറച്ച് കഴിയുമ്പോൾ ഈ ബാബരി മസ്ജിദ് തകർന്നത് പോലെ അത് തകർന്നേക്കാം ഒരു പക്ഷെ, അറിയില്ല, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പക്ഷെ തകർന്നു എന്ന് വിചാരിച്ച് അള്ളാഹുവിന്റെ പ്രവചനമോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവചനമോ പുലരാതെ പോകുന്നില്ല. കാരണം അന്ത്യനാള് എത്തുന്നതിന് മുമ്പ് ബൈത്തുൽ മുഖദ്ദസിന് ചുറ്റുമുള്ള ആളുകൾ ജൂതന്മാരെ പരാജയപ്പെടുത്തും എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ പരാജയപ്പെടുത്തിയിട്ട് ബൈത്തുൽ മുഖദ്ദസ് പുനർനിർമ്മിക്കാൻ തടസ്സമില്ല, പുനർനിർമ്മിച്ചാൽ മതിയാകും. ഏതുപോലെ? കഅബ തകർന്നിട്ട് അത് പുനർനിർമ്മിച്ച പോലെ. റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആയിഷനോട് ഒരിക്കൽ പറഞ്ഞു, ആയിഷ, നിന്റെ ആളുകള് ദീനിൽ പുതുതായിട്ട് വന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഈ കഅബ ഒന്ന് പൊളിച്ചിട്ട് ഹിജർ ഇസ്മായിൽ ഉണ്ടല്ലോ, ഹിജർ ഇസ്മായിൽ കണ്ടിട്ടില്ല? നമ്മൾ ഈ ഉംറക്കൊക്കെ പോകുമ്പോൾ കഅബയുടെ ഒരു പരിസരത്താണ്, പുറത്താണ് ഹിജർ ഇസ്മായിൽ ഉള്ളത്. ശരിക്കും ഹിജർ ഇസ്മായിലും ഏതിൽ പെട്ടതാണ്? കഅബയുടെ അകത്ത് പെട്ടതാണ്. അപ്പൊ നിന്റെ ആളുകള് ഈ ഇസ്ലാമിൽ പുതുതായിട്ട് പ്രവേശിച്ചതായതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവര് സമ്മതിക്കുമായിരുന്നെങ്കിൽ ഞാൻ എന്ത് ചെയ്തേനെ? കഅബ പൊളിച്ചിട്ട് ഈ ഹിജർ ഇസ്മായിലും കൂടി അടക്കം ഞാൻ നിർമ്മിച്ചേനെ എന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താ? ഒരു സംഗതി പൊളിഞ്ഞു പോയത് കൊണ്ട് ദീൻ പൊളിഞ്ഞു പോവില്ല കേട്ടാ. കഅബ തന്നെ ഇനി ആരെങ്കിലും പൊളിച്ചാലും, മസ്ജിദുൽ ഹറാം തന്നെ പൊളിച്ചാലും നമ്മുടെ ദീൻ പൊളിയൂല. മസ്ജിദുൽ അക്സ ജൂതന്മാര് തകർത്തോട്ടെ, തകർത്തു വിചാരിച്ചിട്ട് അതല്ല പ്രധാനം. നമ്മുടെ മനസ്സിൽ നമ്മുടെ ദീൻ പൊളിയുന്നുണ്ടോ എന്നതാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ ദീൻ പൊളിയുന്നില്ലെങ്കിൽ മസ്ജിദുൽ അക്സ നമുക്ക് പുനർനിർമ്മിക്കാൻ പറ്റും, വീണ്ടെടുക്കാൻ പറ്റും. അതിന് നമ്മൾ പ്രാർത്ഥിക്കുക കേട്ടോ. ഒരു കെട്ടിടം, ഒരു ഇഷ്ടിക കൊണ്ടുള്ള ഒരു കെട്ടിടം തകർന്നു പോകുന്നതിൽ പ്രത്യേകിച്ച് നമ്മുടെ ദീനിന് ഒരു പ്രാധാന്യമില്ല. അങ്ങനത്തെ ഒരു പ്രാധാന്യമൊന്നുമില്ല. കഅബ എന്ന് പറയുന്നത് എന്താ? ശരിക്ക് കുറച്ച് കല്ലുകളല്ലേ, അല്ലേ? ആ കല്ല് ചിലപ്പോ തകർന്നു പോവാലോ. പക്ഷെ അത് ഒരു എന്താണ് ഉയർന്ന ഭാഗം അങ്ങനെ പറഞ്ഞതല്ലേ കഅബയെ പറ്റി? എങ്ങനെ? സൂറ നബാൽ പറയുന്നുണ്ടല്ലോ, എങ്ങനെ? സെയിം വേർഡ്. ജന്നത്തിന്റെ ആളുകളെ പറ്റി പറയുമ്പോ എന്താ പറയാ, കഅബ സെയിം വേർഡ് യൂസ് ആക്കിയിട്ടുണ്ട്. കവാഇബ അത്റാബ, അതാണ്
കവായ് മാത്രം. അത് നബയിലല്ലോ. സോറി അല്ല, ആണ് അത് നബയിലല്ല, അത് കവായ് വേറെ. മാത്രം. അത് അതല്ല റഹ്മാൻ. ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതെ കഅബ അതെ എന്നുള്ള പദം അതിലും അതിന്റെ അകത്തുണ്ട്, ഉയർന്നത് എന്ന അർത്ഥത്തിലുണ്ട്. ഉയർന്ന മാരിടങ്ങളുള്ള. ഭൂമിയിൽ നിന്ന് കുറച്ച് ഉയർന്ന. അതെ, പിന്നെ ഇത് എന്താണ് ലെഗിന്റെ കവായ് ഇതിൽ പത്ര അങ്ങനെ എന്ന് പറയുന്നത് പറയാലല്ലേ. ശരിക്കും അത് പിന്നെ ഇതിനെ കുറിച്ച്, സ്വർഗത്തിലെ സ്ത്രീകളെ കുറിച്ച് പറയുന്നിടത്ത് പറഞ്ഞു, സമപ്രായക്കാരായ പിന്നെ ഉയർന്ന ഇതുണ്ടല്ലോ മാരിടങ്ങളുള്ള സ്ത്രീകൾ എന്ന അർത്ഥത്തിലാണ്. അപ്പൊ കഅബക്ക് അങ്ങനെ ഒരു അർത്ഥമുണ്ട്. പക്ഷെ ശരിക്ക് കഅബ റോഡ് എന്നുള്ള പദം ഒരു ക്യൂബിക് എന്നുള്ള അർത്ഥമാണ്. അതായത് ഒരു ക്യൂബില്ലേ, ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ ആയിട്ടുള്ള ആ പേരിന്നാണ് അത് വന്നത് കേട്ടോ. ക്യൂബ്, അതിൽ നിന്നാണ് അത് വന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം അല്ലെ. ഇനി കൂടുതൽ സംശയങ്ങളില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞോ. സുലൈമാൻ നബിയുടെ പ്രാർത്ഥന അല്ലാഹുമ്മ ഹബ്ലി മുൽക്കൻ ലിയജ്സി എന്താണ്? ഖാല റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി എന്നാണ്. എനിക്ക് ശേഷം ഇന്നക അൻതൽ വഹാബ്, എന്റെ നാഥ നീ എനിക്ക് ആധിപത്യം നൽകണമേ. ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി, എനിക്ക് ശേഷം മറ്റാർക്കും പറ്റാത്ത രൂപത്തിൽ, മറ്റാർക്കും ഇല്ലാത്ത രൂപത്തിലുള്ള ഒരു ആധിപത്യം എനിക്ക് നൽകണേ. ഇന്നക അൻതൽ വഹാബ്, നീയാണ് എല്ലാ സമ്മാനങ്ങളും നൽകുന്നത്. വഹാബ് എന്ന് പറഞ്ഞാൽ അതാണ്, വഹാബ നൽകി. അപ്പോ സമ്മാനങ്ങൾ നൽകുന്നത് നീയാണ്, ചോദിച്ചത് ഉത്തരം നൽകുന്നത്, അതാണ് അതിനെ കുറിച്ച് പറഞ്ഞത് കേട്ടോ. അത് ഏത് സൂറത്തിലാ മോനെ? റബ്ബി ഹബ്ലി മുൽക്കൻ ലാ യംബഗി ലി അഹദിൻ മിൻ ബഅദി ഇന്നക അൻതൽ വഹാബ്. ഏത് സൂറത്തിലത്? അത് നമുക്ക് നോക്കാം കേട്ടാ. ഇപ്പം മൊബൈൽ ഇപ്പൊ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്, അത് തന്നെ ഇപ്പൊ സെർച്ച് ചെയ്യാൻ പറ്റില്ല. എഴുതി വെച്ചിട്ടുണ്ട്. ജസാക്കല്ലാഹ് ഖൈർ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും ജീവിതത്തിൽ സ്വാദാണ് അല്ലെ, സൂറത്ത് സ്വാദാണെന്നാണ് അവന് കിട്ടിയപ്പോ. പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന വീഴ്ചകൾ അവൻ നമുക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اجعل جمعنا هذا جمعا مرحوما واجعل تفرقنا من بعده تفرقا معصوما. اللهم لا تجعل فينا ولا معنا شقيا ولا محروما. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء همنا وذهاب أحزاننا وهمومنا. اللهم علمنا منه ما جهلنا وذكرنا منه ما نسينا. اللهم آنس بالقرآن وحشتنا في القبور. اللهم اجعل القرآن شفيعا لنا يوم القيامة. اللهم اجعله لنا دليلنا إلى جناتك جنات النعيم برحمتك يا أرحم الراحمين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا الله أستغفر الله أسألك اللهم إني أستغفرك وأتوب إليك. آمين برحمتك يا أرحم الراحمين. السلام عليكم ورحمة الله وبركاته.